നമസ്തേ. പൊന്നോണ പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ രോഹിണി മഹേഷ്, ഒപ്പം ഞാൻ അനു സൂരജ്. നമുക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ ആരംഭിക്കാം. കൊല്ലവർഷം 1201 ആണ്ടാണ്. ചിങ്ങം 17-ാം തീയതി, മൂലം നക്ഷത്രം. 2025 സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച. രാഹുകാലം ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 വരെ. എന്തായാലും ധാരാളം വാർത്തകളുണ്ട്, ഓണവിശേഷങ്ങളുണ്ട്, അതിഥി ചെയ്തതുണ്ട്. എന്തായാലും അതിലോട്ടൊക്കെ എത്താം. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കിയതിന് ശേഷം ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ആഗോള അയ്യപ്പ സംഗമം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന് ഹൈന്ദവ സംഘടനകൾ. വെറും കാഴ്ചക്കാരായി സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് മലയരയ മഹാസഭ. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്ന് പന്തളം കൊട്ടാരം. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ പ്രതിസന്ധിയിൽ. വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് 159 കോടി രൂപ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം ഇഴയുന്നു. കോപ്പിയടി പിടികൂടിയതിലെ പ്രതികാരം. SFI വിദ്യാർത്ഥിനികളുടെ വ്യാജ പീഡന പരാതിയിൽ കുടുങ്ങിയ അധ്യാപകനെ വെറുതെ വിട്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. 10 പതിറ്റാണ്ടിന് ശേഷം കുറ്റവിമുക്തനായത് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പേരിൽ വിദേശത്ത് തട്ടിപ്പ്. പ്രസാദമെന്ന പേരിൽ ചന്ദനവും കുങ്കുമവും മലേഷ്യയിൽ വിൽപ്പന നടത്തിയെന്ന ആക്ഷേപം. മലയാളി യുവതിക്കെതിരെ ലഭിച്ച പരാതിയിൽ നടപടിയില്ലാതെ പോലീസ്. പാസ്പോർട്ട് ഡേറ്റ ചോർച്ചയിലും മദ്യക്കടത്തിലും കരിമ്പട്ടികയുമായി കസ്റ്റംസ്. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ പട്ടിക തയ്യാർ. കുറ്റം കണ്ടെത്തിയവയുടെ ലൈസൻസ് റദ്ദാക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റിന് ജയം. കൊല്ലം സൈലേഴ്സിനെ തകർത്തത് 14 റൺസിന്. ജയത്തിലേക്ക് നയിച്ചത് കൃഷ്ണദേവന്റെ പ്രകടനം. നമുക്ക് വിശദമായ വാർത്തകൾ കണ്ടുവരാൻ തോന്നുന്നല്ലേ. അതിൽ ആദ്യം പറയാനുള്ളത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തുന്ന പ്രഹസനം എന്ന് ഭക്തരും ഹൈന്ദവ സംഘടനകളും ഒരുപോലെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രതിഷേധം വീണ്ടും വീണ്ടും മുറുകുകയാണ്. പല വിഭാഗക്കാർ അല്ലെങ്കിൽ സാധാരണ ഭക്തർ, ഹൈന്ദവ സംഘടനകളും എല്ലാവരും പ്രതിഷേധമുഖം തുറന്നു കഴിഞ്ഞു. മാത്രമല്ല, സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ആരാണ് നടത്തുന്നത് എന്നുള്ളത്. അവിടെ തന്നെ സർക്കാരിന്റെ കാപട്യം നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ധാരാളം ഫോട്ടോകൾ വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പല മന്ത്രിമാരെയും വെച്ച് ഇവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും മല ചവിട്ടിയിട്ട് വേണം അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ. ഇതിന്റെ നിബന്ധനകളും നിയമാവലികളും ഒക്കെ പുറത്തു വിട്ടപ്പോൾ തന്നെ അത് പറയുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമായി തന്നെയാണ് ഹിന്ദു സംഘടനകൾ കാണുന്നത്. കാരണം ഒരുപക്ഷെ സാമ്പത്തിക ലാഭം കൊയ്യുന്നതിനും അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുമൊക്കെയായി നടത്തുന്ന ഇത്തരം കാപട്യങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്നാണ് അവരും പറയുന്നത്. എന്തായാലും വെറും കാഴ്ചക്കാരായി പമ്പയിലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് അത് ഉറക്കെ വിളിച്ചു പറയുന്നത് മലയരയ മഹാസഭയാണ്. മലയരയ സമൂഹത്തിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരികെ നൽകണം, പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാൻ അനുവദിക്കണം, ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം അഭിപ്രായം പറയാനുള്ള ഒരു വേദി അയ്യപ്പ സംഗമത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്നാണ് മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറിയായ PK സജീവ് പറയുന്നത്. സെപ്റ്റംബർ മാസം നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ ചർച്ച ചെയ്യുകയും
അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഭിപ്രായം പറയുവാൻ കഴിയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണം. സമുദായത്തിൻ്റെ അവകാശങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സമയം സമുദായത്തിന് അനുവദിച്ചു തരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സമുദായം അവിടെ പങ്കെടുത്തത് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ കേവലം കാഴ്ചക്കാരായി സമുദായത്തിലെ പ്രതിനിധികളോ ഭാരവാഹികളോ അവിടെ പങ്കെടുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവരുടെ ആവശ്യം ന്യായമാണ്. ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളൊരു വേദി തരൂ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ശ്രവിക്കൂ, അതിനൊരു തീരുമാനമുണ്ടാക്കൂ. അല്ലാതെ ഈ പ്രഹസനമായിട്ട് വെറുതെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ പമ്പയിലൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം കൂടെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി അരുൺ കൊടുങ്ങൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സുപ്രഭാതം, നമസ്തേ. തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു നിലപാട് വന്നിരുന്നു. ആ നിലപാട് കൃത്യമായി തന്നെ പന്തളം കൊട്ടാരം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ, നടപടികൾ ഒക്കെ തന്നെ സർക്കാരിന് മുന്നിലേക്ക് അക്കമിട്ട് നിരത്തി നൽകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിലപാട് കൂടി നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അത് മലയര സഭയുടെ ഒരു നിലപാടാണ്. ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. കാരണം മലയരയ മഹാസഭ കാലങ്ങളായി ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിമർശനം തന്നെയാണ് അവർ പറയുന്നത്. കേവലം കാഴ്ചക്കാരായി, വെറും കാഴ്ചക്കാരല്ല, കേവലം കാഴ്ചക്കാരായി തങ്ങൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്ത് ഗുണമെന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിമർശനം എല്ലാം തന്നെ ഈ വിഷയത്തിൽ അവരുടെ ഇടയിലുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് തുറന്നു പറയാൻ അവർ തയ്യാറായത്. നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭ കാലത്ത് ഈ നവോത്ഥാന സമിതി ഉണ്ടാക്കിയിരുന്നു. നവോത്ഥാന സമിതിയിലേക്കൊക്കെ തന്നെ പോകേണ്ടി വന്ന ആളുകളാണ്. പക്ഷെ അവരൊക്കെ തന്നെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാട് എടുത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാനുള്ള ഒരു അവകാശം തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ പലതവണ സർക്കാരിനെ സമീപിച്ചു, ദേവസ്വം ബോർഡിനെ സമീപിച്ചു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ വിളിക്കുന്ന, ദേവസ്വം ബോർഡ് വിളിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് പോകേണ്ടതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ഇതൊരു പൊതുവികാരമായി അവർ കാണുകയും ചെയ്യുന്നു. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം ഈ സഭയുടെ ഒരു നിലപാട് കൂടി വന്നതോടെ അത് കൂടുതൽ പ്രതിരോധത്തിലേക്കാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 2018 വലിയ പ്രക്ഷോഭം നടന്ന കാലത്ത് പോലും സർക്കാർ ഇവരെ ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് പോലും കൊടിയ വഞ്ചന നേരിട്ടു എന്നുള്ള അവർ തുറന്നു പറയേണ്ട ഗതികേടിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മലയര മഹാസഭ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചോളം വലിയ പ്രഹരമാണ്, അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ്, വലിയ പ്രതിസന്ധിയാണ്. ഉത്തരം നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ നിലപാട് തിരുത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മുന്നോട്ട് വരേണ്ടി വന്നത്. എന്തായാലും യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ തിരുത്തൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഭക്തർക്ക് അനുകൂലമായി, ഭഗവാൻ അനുകൂലമായ ഒരു നടപടിയിലേക്ക് പോകും എന്നുള്ളൊരു സൂചനയൊക്കെ തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിവാദം അത് അങ്ങ് കത്തി നിൽക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചോളം ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് അയ്യപ്പ ഭക്ത സംഗമത്തിനുള്ളത്. വലിയ ലക്ഷ്യങ്ങളോടെയാണ് അവർ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതെന്ന് പറയുമ്പോഴും അതിന് ലക്ഷ്യങ്ങൾ ഓരോന്നായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക്, സാക്ഷര കേരളത്തിന് മുന്നിലേക്ക് ഓരോ ദിവസവും അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ ചർച്ചകൾ, വലിയ വിവാദങ്ങൾ, വലിയ സമ്മർദ്ദങ്ങൾ ഈ സർക്കാരിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഇനി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ, അതോടൊപ്പം തന്നെ ഇവർക്കുണ്ടാകുന്ന ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷേ ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക്, ഇങ്ങനെ എന്താകും ഇനിയുള്ള മറുപടി എന്നുള്ള ഒരു കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. വെറുതെ ആളെ കൂട്ടാനുള്ള ഒരു പ്രഹസനം മാത്രമായി ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തണ്ട എന്ന് തന്നെയാണ്
മലയാര സഭ വ്യക്തമാക്കുന്നത് അല്ലേ? കാരണം തങ്ങൾ കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്, അതൊക്കെ പൂർത്തീകരിക്കാമെങ്കിൽ മാത്രമേ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കൂ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ വളരെ നിഷ്കളങ്കരായാണ് ആ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതറിയാം. കാരണം സർക്കാർ സ്പോൺസേർഡ് പരിപാടിയിൽ ആരൊക്കെയായിരിക്കും യഥാർത്ഥ ഭക്തർ പങ്കെടുക്കുക എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുമ്പോൾ മലയാര സഭ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ തങ്ങൾ അതിൽ പങ്കുചേരാം എന്ന് പറയുന്നത്. അതായത് വെറുതെ ആളെ കൂട്ടി ഒരു പ്രഹസനം നടത്തുകയല്ല സർക്കാർ വേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ നിലപാട് കൂടി അവർ അറിയിക്കുന്നുണ്ടല്ലോ. ഇതൊരു സമ്മർദ്ദത്തിൽ ആകുകയല്ലേ കൂടുതൽ സർക്കാർ? തീർച്ചയായും ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് പന്തളം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ഈ മലയേറിയ മഹാസഭ അടക്കമുള്ള ആ ഒരു സമൂഹം. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ചോളം അതോടൊപ്പം തന്നെ ഭക്തജന സംഘടനകൾ, അയ്യപ്പ സേവാ സമാജമുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്. അങ്ങനെയുള്ള ഈ ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ അല്ലെങ്കിൽ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവൻ നടത്തിയ അന്ന് മുതൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു 3000-ഓളം അയ്യപ്പ ഭക്തർ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞു. ഇവർ ആരൊക്കെയാണ്, എന്താണ് ഇവരെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം, ഇതിൽ ഭക്തജന സംഘടനകൾ എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളിലൊന്നും തന്നെ കൃത്യമായി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തായാലും ചില സംഘടനകളെ സമീപിച്ചു. അതോടൊപ്പം തന്നെ കൃത്യമായി തങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചില സമുദായ നേതാക്കളുടെ മുന്നിലേക്ക് അവർ എത്തി പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച പല ആളുകളും ഈ അയ്യപ്പ സംഗമത്തിന് അനുകൂലമായെങ്കിൽ ഏറ്റവും ഒടുവിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്നും പല ആളുകളും പിന്മാറുന്നൊരു കാഴ്ച അത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് കാണാം. എന്തായാലും അതിലേറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രധാനമായ, ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം എന്നത് ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തന്നെയാണ്. ആ ഒരു ചോദ്യം, അതായത് ഈ ഭക്തർക്കും ഭഗവാനും വേണ്ടാത്ത അല്ലെങ്കിൽ ശബരിമലയിലെ ഏറ്റവും പവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കാനാകാത്ത സർക്കാരിന് എന്ത് അർഹതയാണ്, എന്ത് ധാർമ്മികതയാണ് ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് ഇതിലൂടെ ഉള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിലെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഈ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കേണ്ടതാണെന്നുള്ള ഒരു മറുപടിയിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എത്തേണ്ടി വന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നലെ പന്തളം കൊട്ടാരം തന്നെ വളരെ സുദൃഢമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. അവർ കൃത്യമായി കാര്യങ്ങൾ, അതായത് ഇതുവരെ 2018 മുതൽ ഇന്നുവരെ എടുത്ത നിലപാടുകൾ, സർക്കാരിൻ്റെ നിലപാടുകൾ തുറന്ന് കാട്ടുന്ന ഒരു വാർത്താക്കുറിപ്പ്, സമഗ്രമായ ഒരു വാർത്താക്കുറിപ്പ് തന്നെയാണ് പന്തളം കൊട്ടാരം ഇന്നലെ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ മലയേറിയ മഹാസഭയുടെ ഈ ഒരു നിലപാട് കൂടി അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ ജനൻ ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിണി. ശരി അരുൺ, എന്തായാലും ആചാരലംഘനം നടത്താൻ മുൻകൈയെടുത്ത് സർക്കാർ എന്തെല്ലാം നീക്കങ്ങളാണ് നടത്തിയത് എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ അവിടെയാണ് പരമ്പരാഗതമായി ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടർന്നു പോരുന്ന നിരവധി കുടുംബങ്ങൾ തന്നെയുണ്ട്. തലമുറകളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ എല്ലാം അവകാശങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എല്ലാം സർക്കാരും ദേവസ്വം ബോർഡും പോലീസും കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഇവരെയൊക്കെ സമീപിക്കുകയാണ്. ഇവരെല്ലാവരും വരണം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും അവർ പ്രതികരിക്കുന്നത്. തങ്ങളുടെ വാക്കുകൾ കേൾക്കുക, തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രം തങ്ങൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ വരാമെന്നുള്ള ഉറച്ച നിലപാടുമായി മലയരയ സഭ. തീർച്ചയായും നമ്മൾ തലക്കെട്ടുകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എന്തിനായിരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, അത് മുന്നിൽ കണ്ടു തന്നെയാണോ? കാരണം ഈ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിനു മുൻപ് ഇതൊന്നും അറിയില്ലായിരുന്നു സർക്കാരിന്. പ്രിവിലേജ് കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതുവഴിയും ലാഭം കൊയ്യണം. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കാരണം സർക്കാരിന്റെ ഈ കാപട്യം പലരും തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്.
ആഗോള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ഭക്തജനങ്ങൾക്ക് എന്തു ഗുണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ. ഭക്തജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്ന് MRS വർമ്മ പറഞ്ഞു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. മറ്റൊന്ന്, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. 2018 സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അഫിഡാവിറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നിലപാട് വ്യക്തമാക്കുകയാണ് പന്തളം കൊട്ടാരവും. എന്തായാലും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരം വ്യക്തമാക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? രോഹിണി, പന്തളം കൊട്ടാരം ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതാണ്. പ്രധാനമായും ഒന്നാമത്, ഈ 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ പല സ്റ്റേഷനുകളിലും തുടർന്ന് പോരുകയാണ്. ഈ കേസുകളെല്ലാം പിൻവലിക്കണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അയ്യപ്പ സംഗമവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ വ്യക്തമാക്കുന്നു. 2018 ആവർത്തിക്കരുത്, 2018 സമാനമായ രീതിയിൽ ഭക്തജനങ്ങളെ വേട്ടയാടുന്ന സമീപനം ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതും പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ്. രണ്ടാമതായി, ഈ എന്താണ് ഈ അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് പന്തളം കൊട്ടാരം ചോദിക്കുന്നത്. കാരണം ഈ അയ്യപ്പ സംഗമത്തിന്റെ അജണ്ട എന്താണെന്നോ, ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നോ, എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്നുള്ളതോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ അയ്യപ്പ സംഗമം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഗുണം സാധാരണ ഭക്തജനങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഉത്തരവാദിത്തമാണെന്നും അത് സാധാരണ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും പന്തളം കൊട്ടാരം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അറിയിക്കുന്നു. ഒപ്പം സുപ്രീം കോടതിയിൽ ഈ യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. അത് തിരുത്തണം. യുവതി പ്രവേശനത്തിന് അനുകൂലമായ ആ നിലപാട് തിരുത്തിക്കൊണ്ട് ആചാര സംരക്ഷണത്തിന് അനുകൂലമായ രീതിയിലുള്ള നിലപാട്, പുതിയ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കണം എന്നുള്ളത് പന്തളം കൊട്ടാരം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പന്തളം കൊട്ടാരം എന്നും എപ്പോഴും ആചാര സംരക്ഷണത്തിന് ഒപ്പമാണ്, രാഷ്ട്രീയമില്ല. ആചാര സംരക്ഷണത്തിന് വേണ്ടി ഭക്തജനങ്ങൾക്കൊപ്പം പന്തളം കൊട്ടാരം എന്നും എപ്പോഴും ഉണ്ടാകുമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്. അപ്പോൾ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം മാനിച്ചുകൊണ്ട് അവരുമായി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഭക്തജനങ്ങളെ കൂടി അവരുടെ വിശ്വാസങ്ങൾ, പ്രതികരണങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കണം ദേവസ്വം ബോർഡ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് എന്നുള്ളതും പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർന്നു വരികയാണ്. എന്നാൽ ഇതേ ആ കാര്യങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്. ഇതുവരെയും ഈ ആഗോള അയ്യപ്പ സംഘത്തിന്റെ അജണ്ട എന്താണെന്നുള്ളത് സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ വ്യക്തമാക്കുന്നില്ല. എന്താണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. 3000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കും എന്ന് പറയുന്നത് അത് ആരൊക്കെയാണ്, ഏതൊക്കെ പ്രതിനിധികളാണ്, ഏതൊക്കെ സംഘടനകളുടെ പ്രതിനിധികളാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. സമാനമായ കാര്യങ്ങൾ, പല കാര്യങ്ങളിലും ആശങ്കകൾ, അവ്യക്തത കുറവുകളെല്ലാം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പന്തളം കൊട്ടാരം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഒപ്പം BJP മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരെ മുന്നോട്ട് വെക്കുന്ന
പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഒന്ന്, സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയും ശബരിമലയെയും മുൻനിർത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ഫണ്ട് ഉന്നമനം വെക്കുന്നതിനുള്ള ഒരു പരിപാടി, ഒപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗിമ്മിക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാന ആരോപണങ്ങളായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. രോഹിണി. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എന്തിനാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുന്നത് എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരം ചോദിക്കുന്നത്. കാരണം ഇതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാടും വ്യക്തമാക്കണം. അപ്പോൾ അതിൽ നിന്നൊന്നും ഒരു മാറ്റവുമില്ലാതെ വെറുതെ ഇങ്ങനെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിലുള്ള ഒരു പ്രഹസനം എന്തിനാണ് എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരവും ചോദിക്കുന്നത്. എന്തായാലും മിഥുൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം. അതിൻ്റെ രാഷ്ട്രീയ വശം കൂടി നമുക്കിനി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ എന്തെന്നുള്ള ഒരു കാര്യമാണ് അന്വേഷിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ വിനീഷ് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. വിനീഷ്, എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണ് ഇത് എന്ന് ശക്തമായ ഹൈന്ദവ സംഘടനകൾ പറയുന്നുണ്ട്. ഹിന്ദുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമമാണ് ഇതെന്നുള്ള ഒരു വലിയ ആക്ഷേപം കൂടി വരുന്നുണ്ട്. ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധങ്ങൾ സംബന്ധിച്ച കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു സർക്കാർ. പക്ഷേ അതിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ കേസുകൾ സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തിനാണ് ഇതെല്ലാം? ഇത് പ്രഹസനം മാത്രമാണോ എന്ന് ഭക്തർക്ക് ചോദിക്കേണ്ടി പോലും വരുന്നില്ല. അവരങ്ങ് ഉറപ്പിക്കുകയാണ്. വിനീഷ്. രോഹിണി, ഒപ്പം തന്നെ അനു, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ മുന്നോട്ട് വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് ഹിന്ദു സംഘടനകൾ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം രണ്ട് വിഷയങ്ങളാണ് ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്ന ഒരു പ്രശ്നം. ആചാര സംരക്ഷണത്തിനായി സമരം ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിൽ ആചാര സംരക്ഷണത്തിനായി വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അത് രാജ്യത്തെമ്പാടുമുണ്ട്. ആ സമൂഹത്തിനോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം, നേരത്തെ ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് ഉണ്ടായ ഘട്ടത്തിൽ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലേക്ക് പോയി. അത് സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടിയായി. അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാരിൻ്റെ പ്രതിച്ഛായയും സർക്കാർ ഹിന്ദു വിരുദ്ധരല്ല എന്ന നിലപാടിലേക്ക് ജനങ്ങൾക്കിടയിൽ കണ്ണിൽ പൊടിയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്നാണ് നിലവിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം. ആ ആക്ഷേപം കൃത്യമായി തന്നെ ഉയരുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകളും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം ഇത്തരത്തിൽ തന്നെയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. പ്രത്യേകിച്ച് BJPയിലേക്ക് ഒരു ഭാഗം വോട്ടുകൾ ഹിന്ദുക്കളുടേത് ചോരുന്നുണ്ട്. ആ വോട്ട് ചോർച്ച തടയുക, ഒപ്പം തന്നെ ഹിന്ദു സമൂഹത്തിനൊപ്പമാണ് പിണറായി സർക്കാർ എന്ന ഒരു ലക്ഷ്യം വരുത്തുക. അതേസമയം തന്നെ ഹിന്ദു സംഘടനകൾ ഉയർത്തുന്ന ഒരു പ്രധാന ആക്ഷേപം നേരത്തെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്ന വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങളും സമരങ്ങൾക്കും വലിയ അതിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അതിക്രമങ്ങളുടെ കേസുകളെല്ലാം തന്നെ സർക്കാർ പെട്ടെന്ന് തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം. അത് സർക്കാർ തന്നെ മന്ത്രിസഭയിൽ പാസ്സാക്കിക്കൊണ്ട് പിൻവലിക്കുന്ന സാഹചര്യം. അതേസമയം തന്നെ ആചാര സംരക്ഷണത്തിനായി, വിശ്വാസത്തിനായി സമരത്തിനിറങ്ങി റോഡിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന ഒരു വിഭാഗം ഹിന്ദു ജനത ഇന്ന് കേരളത്തിലുണ്ട്. ആ ഹിന്ദു ജനതയോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നടത്തുന്നത്. ആ ആചാര സംരക്ഷണവുമായി നടത്തിയ സമരങ്ങൾക്ക്, ആ സമരങ്ങൾ കൃത്യമായി തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയായ ഘട്ടത്തിൽ അത് ഒരു തരത്തിലുള്ള അതിക്രമങ്ങളുമല്ല, പക്ഷേ അത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടുവന്ന ഒരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റത്തിൻ്റെ, സർക്കാരിൻ്റെ കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തിലെ കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ സർക്കാർ പല ഘട്ടങ്ങളിലായി, കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത്
ഈ കേസുകൾ പിൻവലിക്കുമെന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേ സമാനമായ രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതേ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഈ നടപടിക്രമങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദു സംഘടനകൾ ഉയർത്തുന്നത് ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള നിയമം പാസ്സാക്കിയപ്പോൾ അതിനെതിരെ പ്രക്ഷോഭവും അതിക്രമവും നടത്തിയവർക്കെതിരായ ക്രിമിനൽ കേസുകൾ പിൻവലിച്ച സർക്കാർ അതേസമയം അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആചാര സംരക്ഷണത്തിനായി വിശ്വാസത്തിനായി തെരുവുകളിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഹിന്ദു സമൂഹത്തിലെ ജനങ്ങൾക്ക് പേരിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് മേലുള്ള ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിൽ സർക്കാരിന് ഇപ്പോഴും അനങ്ങാപ്പാറ നയമാണ്. പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഈ കേസുകൾ പിൻവലിക്കും, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളല്ലാത്ത സമരങ്ങളുടെ കേസുകൾ മുഖ്യമന്ത്രി പിൻവലിക്കുമെന്ന് പറയുമ്പോഴും യാതൊരു വിധമായ നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും ഹിന്ദു സംഘടനകൾ ഉയർത്തുന്ന ആക്ഷേപം. മുഖ്യമന്ത്രി അത് മാത്രമല്ല വിനീഷ് പറഞ്ഞത്. ഓർത്തെടുക്കുമ്പോൾ അന്ന് വാർത്താ സമ്മേളനം നടത്തിയ വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായി, വേണമെങ്കിൽ അയ്യപ്പ ഭക്തർക്കൊക്കെ വരാം ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ. ഈ ടോണിലായിരുന്നില്ലെങ്കിലും പറഞ്ഞതിൻ്റെ സാരാംശം ഇത് തന്നെയായിരുന്നു. ശരി, നമുക്ക് അങ്ങനെ ആ വാർത്തകളൊന്ന് കഴിയുമ്പോൾ മറ്റൊന്നുണ്ട് തൃപ്രയാറിൽ നിന്നുള്ളത്. അതെ, കഴിഞ്ഞ ദിവസം തന്നെ അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു കാര്യം കൂടിയാണ്. എന്ന് മാത്രമല്ല ആസൂത്രിതമായിരുന്നു ആക്രമണം എന്നുള്ളത് കൂടിയാണ്. തൃപ്രയാറിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ CPM നടത്തിയ ആക്രമണം ആസൂത്രിതമെന്ന് ഹൈന്ദവ സംഘടനകൾ. പോലീസ് പിടികൂടിയ മനോജിന് പിന്നിൽ CPM തന്നെയാണ് എന്നാണ് ആരോപണം. മദ്യലഹരിയിൽ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസ്. സാനു കെ സജീവ് ചേരുന്നു. സാനു, ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ ഇരുമ്പ് വടികൊണ്ട് തരത്തിൽ ഗണേശ വിഗ്രഹത്തെ അടിച്ച് തകർക്കാനുള്ള ഒരു ശ്രമം നടത്തിയ CPM പ്രവർത്തകൻ പിടിയിലായിട്ടുണ്ട്. ഇത് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. കാരണം ഈ ഘോഷയാത്രയ്ക്കിടയിലേക്ക് വന്ന ഇത്തരത്തിൽ ആ ഘോഷയാത്ര അലങ്കോലമാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് സാനു? തീർച്ചയായിട്ടും തൃപ്രയാർ എടത്തുരുത്തിയിൽ നടന്നിട്ടുള്ള പൊടുന്നനെയുള്ള ഒരു അക്രമം അത് ആസൂത്രിതമെന്നാണ് ഹൈന്ദവ സംഘടനകൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അവർ പറയുന്നതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര, ഒപ്പം തന്നെ ഗണേശോത്സവം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അത്തരത്തിൽ നടക്കുന്ന ശ്രമങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാക്കി മാറ്റി അതിനെ വക്രീകരിച്ചല്ലേ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതായത് സംഘടിത അക്രമം നടക്കുന്നില്ല, ഒറ്റപ്പെട്ട അക്രമങ്ങൾ നടത്തുന്നു. കാരണം സംഘടിത അക്രമങ്ങൾ നടത്തിയാൽ അത് വലിയ വിവാദമാകും, വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയേക്കാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെ ഇതിൻ്റെ വിശ്വാസത്തെയും അതേപോലെ തന്നെ ഇതിൻ്റെ പവിത്രതയും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചോദ്യം ചെയ്ത് നമ്മുടെ നിയമസഭയുടെ സ്പീക്കർ അടക്കം ഈ ഗണപതി മിത്താണെന്നും അല്ലെങ്കിൽ ഗണേശ വിശ്വാസങ്ങളെല്ലാം മിത്താണെന്നടക്കമുള്ള പ്രസ്താവനകളൊക്കെ നടത്തി വലിയ വിവാദമായിട്ടുള്ള ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ, നമ്മുടെ നിയമസഭയെ നയിക്കുന്നവർ പോലും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ CPM നേതാക്കളായിട്ടുള്ള പലരും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ വിവാദങ്ങൾ ഒക്കെ നടത്തിയിട്ടുള്ള, സ്വരാജൊക്കെ നടത്തിയിട്ടുള്ള വിവാദങ്ങൾ ഇന്നും കേരളത്തിൻ്റെ മണ്ണിൽ ഉയർന്നു നിൽക്കുകയാണ്. അത്തരത്തിൽ ഈ വിശ്വാസങ്ങളെയെല്ലാം തച്ചുടയ്ക്കുന്നതിന് വേണ്ടി, അതിനെയെല്ലാം വെല്ലുവിളിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ ഇവർ നടത്തുന്നു. ഒപ്പം തന്നെ മനോജ് എന്ന ഒരാളെ കരിവാക്കിക്കൊണ്ട് ഇതിന് പിന്നിൽ മറ്റു പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. അതായത് മനോജ് ഒരു വ്യക്തി മാത്രമാണ്, ആ വ്യക്തിക്ക് പിന്നിൽ വലിയൊരു സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതിന് പ്രധാന കാരണമായിട്ട് അവർ കാണിക്കുന്നത് ഈ മനോജിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി നിയമസഹായം നൽകുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചത് ഷാഫി എന്ന് പറയുന്ന CPM നേതാവാണ്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും നിയമസഹായം ഒക്കെ നൽകി അവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ അക്രമം ആസൂത്രിതമാണെന്ന് ഇനി ഇതിലേറെ എങ്ങനെ വ്യക്തമാക്കണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ ചോദിക്കുന്നത്. ഒപ്പം തന്നെ കടുത്ത നിയമ നടപടി, അതായത് മനോജിൽ ഒതുക്കാതെ മറ്റുള്ളവരിലേക്കും ഈ അക്രമം നടത്തിയിട്ടുള്ള മറ്റുള്ളവരിലേക്ക് അടക്കം അന്വേഷണം എത്തിക്കണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ വലിയ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് തൃപ്രയാറിൽ പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഗണപതി വിഗ്രഹ, അതായത് ഗണേശ വിഗ്രഹ നിമജ്ജന ശോഭായാത്രയിലേക്ക് പൊടുന്നനെ ഓടിയെത്തുകയും ആക്രോശിച്ചുകൊണ്ട് എത്തുകയും ചെയ്ത മനോജ് ഈ വിഗ്രഹത്തിന് നേരെയാണ് ഈ കമ്പിവടി ഉപയോഗിച്ച് അക്രമം നടത്തിയത്. സംഭവ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നതിനാൽ അവരുടെ സംയോജിത ഇടപെടൽ മൂലം വലിയ സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. കൃത്യമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാനും
കസ്റ്റഡിയിലെടുക്കാനും തുടർന്ന് റിമാൻഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിൽ തന്നെ എന്തെങ്കിലും സാധ്യതയുണ്ടോ സാനു? ഈ മദ്യലഹരി നടത്തിയ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണല്ലോ പോലീസ്. ഈ നടപടി ഒന്നുമില്ല, വെറുതെ മദ്യലഹരിയിൽ അങ്ങോട്ട് പോയൊരു ചെറുതായിട്ടൊരു ആക്രമണം നടത്തി എന്നൊക്കെയാണല്ലോ പോലീസ് വേർഷൻ. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഷ്യമാണ് ഏറ്റവും രസകരമായിട്ടല്ല ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ പല അക്രമങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ ഒരു വലിയ, അതായത് ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോലും ഈ അക്രമം വഴിമാറി പോകുമ്പോൾ അതിനെ വളരെ നിസാരവൽക്കരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം തന്നെ മാറുക എന്ന് പറയുന്നത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാരണം കൃത്യമായിട്ട് ഇടപെടേണ്ട സംവിധാനമാണ് പോലീസ്, ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കേണ്ട സംവിധാനത്തിൽ പെടുന്നവരാണ് പോലീസ്. അപ്പോൾ അവർ നോക്കുകുത്തിയാവുന്നു. കാരണം നിയമസഹായം നൽകാൻ എത്തുന്നത് CPM-ന്റെ നേതാക്കളാണ്, പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ പോലീസിന് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഷാഫി അടക്കമുള്ളവരിലേക്ക് ഇതിൻ്റെ സൂത്രധാരനായിട്ട് ഹൈന്ദവ സംഘടനകൾ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരു പേരും ഷാഫിയുടെ തന്നെയാണ്. ഷാഫിയാണ് ഈ മനോജിന് നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഏകോപിപ്പിച്ച്, ഒപ്പം തന്നെ ഈ മനോജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തത് ഷാഫിയാണെന്നാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഷാഫിയുടെ നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനോജിന്റെ പ്രകോപനങ്ങൾ കാരണമെന്നാണ് ഈ ഹൈന്ദവ സംഘടനകൾ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ഒപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും കസ്റ്റഡിയിലെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ ACP അടക്കം DYSP അടക്കം പങ്കെടുത്തിരുന്നു. അവർ അവിടെ സുരക്ഷ ഒരുക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സമയത്ത് പോലും ഈ സംഘടന നേതാക്കൾ ആവശ്യപ്പെട്ടത് ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, മനോജിനെ കരുവാക്കുകയാണ്. മനോജ് എന്നത് ഒരു വ്യക്തി മാത്രമാണ്, മനോജിന് പിന്നിൽ ഒരു പ്രസ്ഥാനം തന്നെയുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ശരി സാനു, തൃപ്രയാറിലെ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ CPM നടത്തിയ ആക്രമണം തികച്ചും ആസൂത്രിതം എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. പക്ഷേ ഈ ആക്രമണം നടത്തിയ മനോജിനെ പോലീസ് പിടികൂടിയെങ്കിലും അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ഒരു ലാഘവത്വം നിറഞ്ഞ മനോഭാവമാണ് പോലീസ് വച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടരന്വേഷണം എപ്രകാരമായിരിക്കും, നിയമ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയത്തിന്റെ നിഴലിൽ കൂടിയാണ്. സാനു, മനോജിനെ രക്ഷപ്പെടുത്താനായി ഷാഫിയാണ് എത്തിയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ട് മൗനം എന്നുള്ളതാണ്. ഒരു ഷാഫിയുടെ പുറകിൽ നിന്ന് മാധ്യമപ്രവർത്തകർ മാറിയതേ ഉള്ളൂ. അത് കോൺഗ്രസിലായിരുന്നു, ഇപ്പോൾ ദേ ഇരിക്കുന്നു ഇവിടെയും ഒരു ഷാഫി. ശരി, ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി മറ്റൊരു രസകരമായ പക്ഷേ ആശങ്കയുളവാക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്. നമ്മളത് ആദ്യം തലക്കെട്ടുകളിലൂടെ പറഞ്ഞിരുന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പ്, അതും വിദേശത്ത്. ദേവിയുടെ പ്രസാദം എന്ന പേരിൽ ചന്ദനവും കുങ്കുമവും ഒക്കെ വിൽപ്പന നടത്തിയതായ ആക്ഷേപമാണ്. മലേഷ്യയിൽ താമസമാക്കിയ സൂര്യ എന്ന യുവതിക്കെതിരെ ചോറ്റാനിക്കര ക്ഷേത്രം അധികൃതർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. പക്ഷേ ഇവിടെയും നടപടികളൊന്നും എടുത്തിട്ടില്ല പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. എന്നാലും നിഷ ദിലീപ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിഷ, ഗുഡ് മോർണിംഗ്. ഇതൊരു വലിയ തട്ടിപ്പാണ്. എന്തായാലും ആ യുവതി മാത്രമാണ് ഇത് നടത്തി എന്ന് വിശ്വസിക്കാനും വയ്യ. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ? അനു, രോഹിണി, ഗുഡ് മോർണിംഗ്. ഈ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. ഇത്തരത്തിലുള്ളൊരു പരാതി ക്ഷേത്രം അധികൃതർക്ക് ലഭിക്കുന്നത്. ഓൺലൈൻ വഴി ചോറ്റാനിക്കര അമ്മയുടെ പ്രസാദം, വശ്യചന്ദനം, കുങ്കുമം എന്നീ പേരുകളിൽ ഓൺലൈൻ വഴി വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നു എന്നതായിരുന്നു ക്ഷേത്രം അധികൃതർക്ക് ലഭിച്ച പരാതി. ഇത് നിരവധി ഭക്തർ ഫോണിലൂടെയും നേരിട്ടുമൊക്കെ ക്ഷേത്രത്തിൽ അറിയിച്ചു. തുടർന്ന് ചോറ്റാനിക്കര ക്ഷേത്രം അധികൃതർ ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകി. പക്ഷേ അതിൻ്റെ അന്വേഷണം മന്ദഗതിയിലാണ് പോകുന്നതെന്നുള്ളൊരു പരാതിയും വ്യാപകമായി തന്നെയുണ്ട്. അതായത് ഈ മലേഷ്യയിൽ താമസമാക്കിയ സൂര്യ എന്ന യുവതിയുടെ പേരിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ യുവതി മലേഷ്യയിൽ സ്ഥിരതാമസമാണ്. പക്ഷേ ഇവർ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തിയതായും ഒപ്പം തന്നെ ഈ വശ്യചന്ദനം, കുങ്കുമം എന്നിവ ദേവിയുടെ പ്രസാദമാണ് എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഒക്കെ ചിത്രീകരിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ക്ഷേത്രം അധികൃതർക്ക് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ സഹിതമാണ് ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഈ യുവതി എപ്പോഴാണ് ക്ഷേത്രത്തിൽ എത്തിയത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഈ ക്ഷേത്രം അധികൃതർക്ക് വ്യക്തതയില്ല. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ കീഴ്ക്കാവിലെ ആറാട്ടുകുളത്തിൽ മകം തൊഴലിൻ്റെ സമയത്ത് മാത്രമാണ് ഭക്തർക്ക് ഇറങ്ങാൻ കഴിയുക. ഈ യുവതി ഈ ക്ഷേത്രത്തിലെത്തിയ സമയത്ത് ക്ഷേത്രക്കുളത്ത് ഈ ആറാട്ടുകുളത്തിൽ ഇറങ്ങിയതായിട്ടും ഒക്കെ പരാതി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഏത് സമയത്താണ് എന്ന കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത ലഭിക്കാനുണ്ട്. എന്തായാലും ഈ യുവതി ക്ഷേത്രത്തിൽ എത്തിയതായും ഈ വശ്യചന്ദനം, കുങ്കുമം എന്നിവ ചോറ്റാനിക്കര അമ്മയുടെ പ്രസാദമാണ് എന്ന രീതിയിലുള്ള വീഡിയോ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ചിത്രീകരിച്ചതായും ഒക്കെയുള്ള തെളിവുകൾ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ യുവതി
മലേഷ്യയിലാണ്. വിദേശത്തായതിനാൽ തന്നെ IT ആക്ട് പ്രകാരമുള്ള ആണ് കേസ്. വിദേശത്തായതിനാൽ ഈ കേസ് അന്വേഷണത്തിൽ ചില നൂലാമാലകളുണ്ട്. മാത്രമല്ല ഈ ഫോൺ വഴിയൊക്കെ ലഭിച്ച പരാതികളായതുകൊണ്ട് തന്നെ ഇത് IT ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു നൂലാമാലകളൊക്കെയുണ്ട്. എന്തായാലും കേസ് അന്വേഷണം അങ്ങോട്ട് ശരിയായ രീതിയിൽ പോകുന്നില്ല എന്ന് തന്നെയാണ് ഭക്തരുടെ പരാതി. എന്തായാലും വലിയ ഒരു തട്ടിപ്പ് ചോറ്റാനിക്കര അമ്മയുടെ പ്രസാദത്തിൻ്റെ പേരിൽ പോലും ഓൺലൈനിൽ വളരെ വ്യാപകമായ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ ആദ്യം കൗതുകകരമെന്ന് തോന്നുമെങ്കിൽ പോലും വളരെ ഒരു സീരിയസ് ആയ ഒരു വിഷയം കൂടിയാണ്. നിരവധി ഭക്തരാണ് ഇത്തരത്തിൽ ഈ ഒരു ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. അനു, ശരി, തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഇനി എടുക്കുമോ ഇല്ലയോ? എന്തായാലും വിദേശത്താണ്, അതുകൊണ്ട് തന്നെ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ യുവതി തിരികെ വരുമ്പോൾ എങ്കിലും ഇതിലൊരു നടപടി അല്ലെങ്കിൽ ഉദ്ദേശം എന്നെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉടനെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിരവധി പ്രേക്ഷകർ നമുക്ക് ഇങ്ങനെ സന്ദേശം അയച്ചുകൊണ്ടേയിരിക്കുകയാണ് രോഹിണി. നമ്മളോട് പേരെടുത്ത് പറഞ്ഞ് നമസ്തേ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ സ്നേഹത്തിന് നന്ദി. ഓരോന്നായി വായിക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് പക്ഷേ എല്ലാം കാണുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. ഓണമൊക്കെ അടുത്തിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുന്നു. വരും ദിവസങ്ങളിലും നമ്മൾ ഈ ജനം TV കളർഫുൾ ആക്കുന്നുണ്ട് ഞങ്ങളെ. തിരികെ വാർത്തകളിലേക്ക്. സ്കൂളിലെ ഓണാഘോഷത്തെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തിയ അധ്യാപകരെ സംരക്ഷിച്ച് SDPI. അധ്യാപികമാരുടെ പരാമർശത്തിൽ വർഗീയ ചേരിതിരിവ് ഇല്ലെന്നാണ് SDPIയുടെ വാദം. സ്കൂളിനും അധ്യാപികമാർക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും SDPI വ്യക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരാണ് വർഗീയ പരാമർശം നടത്തിയത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. സ്കൂളിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരാണ് ഈ വിഷലബ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കടുത്ത വർഗീയത തുപ്പുന്ന പരാമർശങ്ങൾ സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടത്തിയത്. അതായത് ഓണാഘോഷം ഹിന്ദുക്കളുടേതാണെന്നും അതിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള കുട്ടികൾ പങ്കെടുക്കേണ്ടതില്ലെന്നും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അവരുടെ രക്ഷിതാക്കൾ അതിന് തയ്യാറാവണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരായിട്ടുള്ള ഹദീജ, ഒപ്പം തന്നെ ഹക്സ എന്നിവർ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശമായിട്ട്, അതായത് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഒപ്പം തന്നെ PTA ഭാരവാഹികളും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങളായിട്ട് അയച്ചത്. ഈ സന്ദേശം പുറത്തു വന്നതോടെ സംഭവം വലിയ വിവാദമായിരുന്നു. 2 അധ്യാപകരെ ഗത്യന്തരമില്ലാതായതോടെ, പ്രതിഷേധങ്ങൾ തുടർക്കഥയായതോടുകൂടി ഗത്യന്തരമില്ലാതെ സിറാജുൽ ഉലൂം സ്കൂളിലെ ഭരണസമിതി ഈ 2 അധ്യാപകരെ പുറത്താക്കി. ഈ അധ്യാപകരെ പുറത്താക്കിയതിനു ശേഷം ഖദീജ, ഹക്സ എന്നീ അധ്യാപകർക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഖദീജയ്ക്കെതിരെയാണ് FIR ഉള്ളത്. ഒപ്പം തന്നെ ഹക്സയ്ക്കെതിരെയും കേസുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെ ഇപ്പോൾ ഇവർക്ക് പിന്തുണയുമായിട്ട്, പൂർണ്ണ പിന്തുണയുമായിട്ട് SDPI എത്തുകയാണ്. ഈ SDPI ഏത് അളവുകോലിലാണ് ഈ വർഗീയത എന്ന് അളക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്കും വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപകർ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവെച്ചത്. എന്തായാലും ഈ അധ്യാപകരുടെ വീട്ടിലെത്തിയാണ് SDPI ഇപ്പോൾ പിന്തുണ അറിയിച്ചിട്ടുള്ളത്. അതായത് പോലീസ് എടുത്തിട്ടുള്ള കേസ് പുനഃപരിശോധിക്കണമെന്ന് കൂടി ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ SDPI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും, അതായത് ഈ സസ്പെൻഷനിലായിട്ടുള്ള ഖദീജ, ഹക്സ എന്നീ അധ്യാപകർക്ക് വേണ്ട പിന്തുണയും ഒപ്പം സ്കൂൾ മാനേജ്മെന്റിനും പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ വിവാദമായിരുന്നു ഈ അധ്യാപകരുടെ പ്രസ്താവനകളൊക്കെ. ഈ പ്രസ്താവനകൾ കേരള മനസാക്ഷിയെ, മലയാളിയുടെ മനസാക്ഷിയെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് പോലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന, LP വിഭാഗം കുട്ടികൾ വരെ പഠിക്കുന്ന സ്കൂളിലാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയിട്ടുള്ളത്. അതായത് ഇവർ പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരാംശം, കുട്ടികൾക്ക് ഈ ആഘോഷങ്ങളെക്കുറിച്ച് കൃത്യതയുള്ള ബോധ്യമുണ്ടാവില്ല. അവരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഓരോ രക്ഷിതാക്കൾക്കുമാണ്. ഇതിനു മുൻപ് എല്ലാ വർഷങ്ങളിലും ഓണാഘോഷ സ്കൂളിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു വരാറുണ്ട്. എന്നാൽ ഇനിയും അത് വേണ്ട എന്നാണ് സിറാജുൽ ഉലൂം സ്കൂളിലെ ഭരണസമിതിയുടെയും മാനേജ്മെന്റിന്റെ തീരുമാനമെന്നാണ് ഈ അധ്യാപകർ അതിനകത്ത് പങ്കുവച്ചിട്ടുള്ള ശബ്ദ സന്ദേശത്തിലുള്ളത്. ഒപ്പം തന്നെ ആ മാനേജ്മെന്റിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് നമ്മളെല്ലാം തയ്യാറാവേണ്ടതെന്നും പട്ടുപാവാട അടക്കം തുന്നാനായിട്ട് നമ്മുടെ പല കുട്ടികളും കൊടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തികൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകണമെന്നടക്കമാണ് ഈ അധ്യാപകർ ഈ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ അധ്യാപകർക്ക് പിന്തുണയുമായി ഇപ്പോൾ SDPI വന്നിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യാപകർക്ക് അവർ തന്നെ പിന്തുണ നൽകുന്നു, അവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നു. എത്രയും വേഗം സസ്പെൻഷൻ ആയിട്ടുള്ള അധ്യാപകരെ എത്രയും വേഗം തിരിച്ചെടുക്കാൻ സിറാജുൽ ഉലൂം സ്കൂളിലെ ഭരണസമിതി തയ്യാറാവണമെന്നും SDPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ സാനു, അത് മാത്രമല്ല അധ്യാപകർ എന്ന് പറയുന്നത്
അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ തുല്യമായിട്ടാണ് കുട്ടികൾ കാണുന്നത്. അവർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ മറ്റൊരു കുടുംബം പോലെയാണ് അവിടെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ചേരിതിരിവ് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എത്രമാത്രം ആപത്കരമാണ് എന്നുള്ളതാണ്. സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ കുട്ടികളിൽ തന്നെ രണ്ട് തട്ടായി തിരിക്കുന്നു. അതിൽ ആരൊക്കെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണം, മറ്റുള്ളവർ മാറി നിൽക്കേണ്ടത് എന്തുകൊണ്ടാണ്, ഹിന്ദുക്കളുടേതാണ് ഓണാഘോഷം, മറ്റുള്ളവർ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. നേരത്തെ സാനു തന്നെ സൂചിപ്പിച്ചതുപോലെ കൊച്ചുകുട്ടികളാണ്, അവർക്ക് ഈ ഓണാഘോഷം വരുമ്പോൾ പുത്തൻ ഉടുപ്പുകളും ഒക്കെ ഇടാൻ വലിയ താല്പര്യം കാണും. അത്തരത്തിലാണ് ഈ പട്ടുപാവാട അടക്കമുള്ളവ തുന്നാൻ കൊടുക്കുന്നതൊക്കെ. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം, അവരെ അതിലേക്ക് കടത്തി വിടണ്ട എന്ന് വരെ പറയണമെങ്കിൽ എത്രമാത്രം ഈ അധ്യാപകരുടെ മനസ്സിൽ ആ വർഗീയത കടന്നുകൂടിയിട്ടുണ്ട്. അത് അനുകൂലിച്ചുകൊണ്ട് SDPI രംഗത്ത് വരണമെങ്കിൽ അവരുടെ ഉദ്ദേശം കൂടി എന്താണ് ഈ സമൂഹത്തിലേക്ക് പകരാനുള്ളത് എന്നുകൂടിയല്ലേ സാരു വ്യക്തമാകുന്നത്. എത്രമാത്രം ആപത്കരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ ശബ്ദ സന്ദേശം കേട്ടാൽ നമുക്ക് മനസ്സിലാകും അത്യന്തം വിനാശകരമായിട്ടുള്ള ശബ്ദ സന്ദേശമാണ് അവർ ഈ അധ്യാപകരായിട്ടുള്ള ഹക്സയും ഒപ്പം തന്നെ ഖദീജയും ഒക്കെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ചിട്ടുള്ളത്. SDPIയുടെ രാഷ്ട്രീയ ഉദ്ദേശമൊക്കെ നമുക്ക് മലയാളികൾക്കെല്ലാം അറിയാം. ഭാരതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് SDPIയുടെ നിലപാടുകളൊക്കെ. അപ്പോൾ SDPI വന്നു എന്നുള്ളത് അവരതിനകത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് SDPI വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ SDPIയുടെ പിന്തുണ ഈ സ്കൂളിന് നേരത്തെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോഴേക്കും SDPI ചായ്വുള്ള അധ്യാപകരാണ് ഇവരൊക്കെ എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കൂടി വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അത്യന്തം വിനാശകരമായിട്ടുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ, അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓണാഘോഷമൊക്കെ അവർ പിന്നീട് നടത്തിയെങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കം ഈ ഓണാഘോഷ ദിവസം കഴിഞ്ഞ 28-ാം തീയതി സ്കൂളിൽ നേരിട്ട് ചെന്നിട്ടാണ് ഈ ഓണാഘോഷമൊക്കെ അവിടെ നടത്തിയത്. എന്നാൽ അവിടെ ഈ ഒരു സ്കൂളിനെതിരെ ഇത്തരം വിനാശകരമായിട്ടുള്ള അല്ലെങ്കിൽ ആപത്കരമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ പങ്കുവെച്ച് അല്ലെ അത്തരം നിലപാടുകളുമായിട്ട് നടക്കുന്ന സ്കൂളിനെതിരെ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളത് അതിൽ ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആണ് അവർ അതിലേക്ക് കടക്കാത്തത്, എന്തുകൊണ്ടാണ് ആ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാത്തതെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അത്ഭുതമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഇത്രയും അധികം ചേരിതിരിവ്, അതായത് LP വിഭാഗം കുട്ടികൾ മുതൽ പഠിക്കുന്ന സ്കൂളിൽ ഇത്രയധികം ചേരിതിരിവ് ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ അധ്യാപകരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എന്തായാലും വലിയൊരു വിവാദമായ സംഭവം അതിലേക്ക് SDPI കൂടി കടന്നു വരുന്നു. ഒരു ഭാഗത്തെ കേസുണ്ട്, കേസിന്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് പോലീസും അറിയിക്കുന്നു. എന്തായാലും അധ്യാപകർക്ക് ഇപ്പോൾ പൂർണ്ണ പിന്തുണയാണ് SDPI നൽകുന്നത്. ഒപ്പം സ്കൂൾ മാനേജ്മെന്റിനും അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരത്തിൽ അധ്യാപകരുടെ ഈ ഒരു നിലപാട് മാറ്റേണ്ടത് തന്നെയാണ്. കാരണം കുഞ്ഞു കുട്ടികളാണ് സ്കൂളിലുള്ളത്. അവരിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഓണാഘോഷം എല്ലാവർക്കും ഉള്ളതാണ്. തീർച്ചയായും 1961 മുതൽ നമ്മളെ സംസ്ഥാനത്തിന്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്ന് മറക്കരുത്. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അതിൽ പങ്കെടുക്കേണ്ടതും ആണ്. സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപികമാരും പ്രത്യേകം നോട്ട് ചെയ്യുക. പലരും ഇപ്പോൾ പിന്തുണച്ചൊക്കെ വരും. പക്ഷേ ഭാവി തലമുറയെ ഒരു ചേരിതിരിവും ഇല്ലാതെ വാർത്തെടുക്കേണ്ടവരാണ്. ഒന്ന് ആലോചിച്ച് മനസ്സിരുത്തി ഒന്ന് സമാധാനമായി ചിന്തിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അധ്യാപികമാരാണ് കഷ്ടമെന്നല്ലാതെ എന്ത് പറയാം. അതെ അതെ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി എത്താം. തൊടുപുഴ അഗ്നിശമന സേനയിലെ പന്നിമാംസ നിരോധനത്തിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. വിഷയം നിസ്സാരവൽക്കരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കുന്നതായി സൂചനയുണ്ട്. സ്റ്റേഷൻ ഓഫീസറെയും ASTOയെയും മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സ്റ്റേഷൻ ഓഫീസർ മൂവാറ്റുപുഴ അഗ്നിശമന സേനയിലിരിക്കെ സമാനമായ വിഷയമുണ്ടാക്കിയ ആൾ എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിച്ചെന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. സുബിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സുബിൻ.
നിലവിലിപ്പോഴും കഴിഞ്ഞ ഒരു മാസമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർ തന്നെ പരാതി നൽകിയിട്ട് ഈ പരാതിയിൽ ഇതുവരെ കൃത്യമായ നടപടിയെടുക്കാൻ ജില്ലാ ഫയർ ഓഫീസർ തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ ഈ ഫയർ സ്റ്റേഷനിൽ എത്തുകയും ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇവർ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ സമയം, അതായത് 27/7/2025 ഈ ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കാൻ എത്തുന്നത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളുടെ മാത്രം മൊഴിയെടുത്ത് ഈ ഉദ്യോഗസ്ഥൻ മടങ്ങുകയായിരുന്നു, അതായത് ജില്ലാ ഫയർ ഓഫീസർ മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച ആളുകളും അതോടൊപ്പം വന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളുടെയും ഒന്നും മൊഴി രേഖപ്പെടുത്തിയില്ല. ഏകദേശം ഈ ഒരു റിക്രിയേഷൻ ക്ലബ്ബ് കൂടി ഒരു പന്നിമാംസം നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ ഏകദേശം 27ഓളം ജീവനക്കാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തീരുമാനം അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അതായത് ഈ സ്റ്റേഷൻ തലവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അത്തരത്തിൽ ഈ ജീവനക്കാരുടെ ഒന്നും മൊഴി രേഖപ്പെടുത്താതെയാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന മറ്റൊരു ആരോപണം എന്നുള്ളത്, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇത് അന്വേഷിക്കേണ്ടത് ഒരിക്കലും ജില്ലാ ഫയർ ഓഫീസർ അല്ല, റീജിയണൽ ഫയർ ഓഫീസർ ആണ് ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കേണ്ടത്. പക്ഷേ ഈ പരാതി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ഈ ജില്ലാ ഫയർ ഓഫീസർ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022-2024 കാലഘട്ടത്തിലും തൊടുപുഴ സ്റ്റേഷനിൽ സമാനമായ സംഭവം ഉണ്ടാവുകയും അന്ന് പരാതി നൽകി അന്വേഷണത്തിന് ഈ ജില്ലാ ഫയർ ഓഫീസർ എത്തിയ സമയത്ത് ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ജില്ലാ ഫയർ ഓഫീസർ മാറി പുതിയ ജില്ലാ ഫയർ ഓഫീസറാണ് എത്തിയിട്ടുള്ളത്. ഈ സ്റ്റേഷൻ തലവനായിട്ടുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ പന്നിമാംസം ഭക്ഷിക്കില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലവിൽ ജില്ലാ തൊടുപുഴ ഓഫീസറായിട്ടുള്ള തൊടുപുഴ മേധാവിയായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ശരി സുബിൻ, അതോടൊപ്പം സുബിൻ തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. CPM പ്രവർത്തകരായ 4 പ്രതികളെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൊടുപുഴയിൽ വിവാഹ ചടങ്ങിനെത്തിയ ഷാജൻ സ്കറിയയെ വാഹനം തടഞ്ഞു നിർത്തി 5 അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സുബിൻ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. നിലവിൽ 4 പ്രതികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ ബാംഗ്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകരാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകൻ ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ വിവാഹ ചടങ്ങിന് തൊടുപുഴയിലെത്തിയ ഷാജൻ സ്കറിയയെ മങ്ങാട്ടുകരയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയ ശേഷം ഈ അക്രമികൾ ക്രൂരമായി മർദ്ദിക്കുന്നത്. കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ഈ ഒരു മർദ്ദനം ഉണ്ടായത് എന്നുള്ളതാണ് ഷാജൻ സ്കറിയ ആരോപിക്കുന്നതിൽ. രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ പ്രാദേശിക നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നുള്ളൊരു ആരോപണത്തിൽ ഷാജൻ സ്കറിയ ഉറച്ചു നിൽക്കുകയുമാണ്. എന്തായാലും പോലീസിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ നിലവിൽ ഇപ്പോൾ തൊടുപുഴ സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഷാജൻ സ്കറിയയ്ക്ക് സാരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനം തടഞ്ഞു നിർത്തിയ ശേഷം വാഹനത്തിൽ വച്ച് തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുഖത്തും അതുപോലെ തന്നെ ഒരു വയറിന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഒരു ക്രൂരമായ മർദ്ദനം ഈ ഷാജൻ സ്കറിയയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. ഇയാൾ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഷാജൻ സ്കറിയെ. എന്നിരുന്നാലും ഈ പ്രതികളായിട്ടുള്ള 5 പേരെയും ഉടൻ തന്നെ പിടികൂടണം. അതായത് 4 പേരെ പിടികൂടി ഇനി പിടികൂടാനുള്ള ഒരാളെയും കൂടി ഉടനെ തന്നെ പിടികൂടണം എന്നൊരു ആവശ്യമാണ് ഷാജൻ സ്കറിയ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക നാളികേര ദിനമാണ്. കേരളത്തിന്റെ കൽപ്പവൃക്ഷം. എന്നാൽ ഈ നമ്മളുടെ ദിവസങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അഭയദേവാണ്. അഭയദേവ് ഞങ്ങൾക്കൊരു ടാസ്കും തന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഈ നാളികേരത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് 4 വരിയും കൂടെ ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അത് പാടാനുള്ള ധൈര്യമില്ല. പറയണോ എന്നുള്ളതാണ്. ഇനി പറഞ്ഞും പാടിയും കുളമാക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു എന്ന് തുടങ്ങുന്ന ചലച്ചിത്ര ഗാനം ഒക്കെ നമ്മൾ ഈ പാടി നടന്ന ഒരു കാലമൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയാമോ എന്നറിയില്ല. പക്ഷേ ഞങ്ങളുടെ തലമുറ വരെ വളരെ ആക്റ്റീവായിരുന്നു ആ പാട്ടും ആ വികാരവും ഒക്കെ. പക്ഷേ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ന് ഈ നാളികേരത്തിൻ്റെ നാട്ടിലെന്ന് നമ്മൾ പറയുന്നത് കേരളത്തെയാണ്, നമ്മളിവിടെയാണ്. പക്ഷേ 4 നാളികേരത്തിൻ്റെ വില എത്രയെന്ന് ചോദിച്ചാൽ ഓരോന്നിനും വ്യത്യസ്തപ്പെട്ടിരിക്കും. മില്ലിൽ ഒന്നാണ്, സൂപ്പർ മാർക്കറ്റിൽ മറ്റൊന്നാണ്. ഇനി ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ അത് പറയുകയും വേണ്ട.
പക്ഷേ ഈ തെങ്ങ് കൃഷി വേണ്ട പോലെ നടപ്പിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് ഇതിനൊക്കെ വിഷയമായിട്ട് വരുന്നത്. നാട് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അല്ലെ? നാളികേരമൊക്കെ ഇങ്ങനെ അന്യമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇത്രയധികം വിലക്കയറ്റം ഉണ്ടാകുന്നത്. അതിന്റെ അനന്തരഫലം എന്നോണം വെളിച്ചെണ്ണയുടെ വില കയറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പൊള്ളുന്ന വിലയാണ്. ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് 2 വിലകളാണ്, സ്വർണവും തൊട്ടു പുറകെ വെളിച്ചെണ്ണയും. ആ അവസ്ഥയാണ്. രണ്ടും നോക്കി കാണാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എന്തായാലും ഇനി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങുന്ന ഒരു കാലം വിദൂരമൊന്നുമല്ല, ഇപ്പോഴേ അത് വാങ്ങി തുടങ്ങി. അത് എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ നമുക്ക് എല്ലാ കറികളും തേങ്ങയില്ലാത്ത കറികളില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പം ഓണമാണ്, സദ്യയൊക്കെ ഉണ്ട്. വളരെ തേങ്ങയില്ലാതെ എന്ത് സദ്യ? അതെ. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും തേങ്ങ വരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക്, നാളികേരം വരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ നാളികേര ദിനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് കർഷക സമിതികളുടെയും നേതൃത്വത്തിൽ തെങ്ങ് കൃഷിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സെമിനാറുകളും മറ്റ് പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് അതേ ഉദ്ദേശത്തോടു കൂടി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, ഈ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് മറ്റൊരു ചോദ്യം. അതെ. ഇന്ന് ലോക നാളികേര ദിനം. കേരളത്തിൻ്റെ കൽപ്പവൃക്ഷം, സംസ്കൃത പദം ശ്രീഫലം എന്നാണ്. കേരനിരകളാടും ഒരു ഹരിതചാരു തീരം എന്ന BR പ്രസാദിന്റെ വരികൾ എത്രയോ മനോഹരം. അങ്ങനെയുള്ള കേരള നാട്ടിൽ ഇന്ന് കേരവൃക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. എന്നാലും ലോകത്ത് ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഭാരതം. ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും. ഈന്തപ്പന കുടുംബത്തിലെ അംഗമാണ് തെങ്ങ്. കൂടാതെ കൊക്കോസ് ജനുസിലെ ഏക ജീവജാലവുമാണ് തെങ്ങ്. ഭക്ഷണം, മരുന്ന്, ഇന്ധനം കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് വരെ നാളികേരം ഉപയോഗിക്കുന്നു. ജീവന്റെ വൃക്ഷമാണ് തെങ്ങ്. നാളികേരത്തിൻ്റെ ഉപയോഗവും അതിൽ സമൂഹത്തിൻ്റെ പ്രാധാന്യവും ബോധ്യപ്പെടുത്താൻ 2009 സെപ്റ്റംബർ 2 ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ആദ്യത്തെ നാളികേര ദിന ആഘോഷം ആരംഭിച്ചത്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലും നാളികേരത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും വ്യാവസായിക രംഗത്തുമൊക്കെ വലിയ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് നാളികേരം. നാളികേര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ കൃഷിരീതികളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും നിരവധി സെമിനാറുകളും ലോക നാളികേര ദിനത്തിൽ സർക്കാരിന് കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. നമുക്കിനി അടുത്ത മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. News headlines brought to you by Happy Jacks. Happy keeps everybody happy. ആഗോള അയ്യപ്പ ഭക്ത സംഗമം വോട്ട് ബാങ്ക് നാടകമെന്ന് ഹൈന്ദവ സംഘടനകൾ. വെറും കാഴ്ചക്കാരായി സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് മലയരയ മഹാസഭ. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്ന് പന്തളം കൊട്ടാരം. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു. സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിൽ. വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് 159 കോടി രൂപ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം ഇഴയുന്നു. SFI വിദ്യാർത്ഥിനികൾ വ്യാജ പരാതിയിൽ കുടുക്കിയ അധ്യാപകന് ഒടുവിൽ നീതി. പീഡന പരാതി നൽകിയത് കോപ്പിയടി പിടിച്ചപ്പോൾ. കള്ളി പൊളിച്ചത് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. 10 ആണ്ടിന് ശേഷം കുറ്റവിമുക്തനായത് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ. തിരുവാറന്മുളയപ്പന്റെ തിരുവോണത്തോണിയേറാൻ മങ്ങാട്ട് ഭട്ടതിരിയുടെ പുറപ്പാട് ഇന്ന്. തോണിയേറുന്നത് ഉത്രാടം നാളിൽ
ക്ഷേത്രത്തിലേക്കുള്ള വിഭവങ്ങളുമായി ആറന്മുളയിലെത്തുക തിരുവോണനാൾ പുലർച്ചെ. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പേരിൽ വിദേശത്ത് തട്ടിപ്പ്. ക്ഷേത്രപ്രസാദമെന്ന പേരിൽ ചന്ദനവും കുങ്കുമവും വിറ്റത് മലേഷ്യയിൽ. യുവതിക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ്. അഗ്നിശമന സേനയിലെ പന്നിമാംസ നിരോധനത്തിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. സേനയിൽ മതമൗലികവാദികൾ പിടിമുറുക്കുന്നതിന് നിസ്സാരവൽക്കരിക്കാൻ നീക്കം. സ്റ്റേഷൻ ഓഫീസറെയും ASTOയെയും മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന ആവശ്യം. നമ്മുടെ പൊന്നോണ പുത്തൻ പുലരിയിൽ എല്ലാ ദിവസവും അതിഥികൾ ചേരും എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒരുപാട് പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു അതിഥിയാണ്. കീർത്തന രാജേഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. BA സംഗീത വിദ്യാർത്ഥിനിയാണ് കീർത്തന. അതോടൊപ്പം നിരവധി ആൽബങ്ങളിൽ പാടിയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് കീർത്തനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഓണവിശേഷങ്ങളുമായി എത്തുന്ന സംഗീത ആവിഷ്കാരം അല്ലേ, ഓണക്കാറ്റ് എന്ന ആൽബം ഇന്ന് ആസ്വാദകർക്ക് മുന്നിലെത്തുകയാണ്. നമുക്ക് ആദ്യം അത് കേൾക്കാം, അതിനുശേഷം അതിഥിയിലേക്ക് എത്താം. കീർത്തന മനോഹരമായി പാടും എന്ന് മാത്രമല്ല അഭിനയിക്കും എന്നുകൂടി നമുക്ക് അതെ അതെ. കീർത്തന, എന്തായാലും സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. നമസ്തേ ചേച്ചി. നമസ്തേ. നമുക്ക് ഒരു ഓണപ്പാട്ടോടുകൂടി തന്നെ തുടങ്ങാം അല്ലെ, എന്നിട്ട് വിശേഷങ്ങളിലേക്ക് കിടക്കാം. കാരണം സാധാരണ ഈ പാട്ടുകാരെയൊക്കെ പിടിച്ചിരുത്തി നമ്മൾ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പ്രേക്ഷകർ തന്നെ നമ്മളോട് പറയാറുണ്ട്, എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പാട്ട് മതി എന്ന്. അതുകൊണ്ട് കീർത്തന, നമുക്കൊരു പാട്ടിൽ തന്നെ തുടങ്ങിയാലോ? ഒരു ഓണപ്പാട്ടായാലോ? എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ട്? തീർച്ചയായും. ഇപ്പോൾ നാളികേര ദിനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേരനിരകളാടും പാടാമെന്നുള്ളൊരു. അതെ അതെ. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാൽ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാം കുട്ടനടി നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്. അപ്പോൾ കീർത്തനക്കുട്ടി, ഇനി നമുക്ക് വിശേഷങ്ങൾ അറിയാം. പറഞ്ഞു തുടങ്ങിക്കോളൂ. തിരുവനന്തപുരത്തുകാരെയാണ്. അതെ അതെ, ഞാൻ മലയങ്കിഴാണ് താമസം. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ വഴുതക്കാട് ഞാൻ ഫൈനൽ ഇയർ BA മ്യൂസിക് സ്റ്റുഡൻ്റ് ആണ്. ഇന്നിപ്പോൾ ഓണപ്പാട്ട് റിലീസാണ് വൈകുന്നേരം. അതിൻ്റെ ഒരുക്കങ്ങളും സന്തോഷത്തിലൊക്കെയാണ്.
ഇതാണ് പുതിയ വിശേഷം. അതാണ് നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓണക്കാറ്റ് അല്ലേ? അതെ, ഓണക്കാറ്റ്. എന്തായിരുന്നു അതിൻ്റെ ഒരു ചിത്രീകരണ വിശേഷങ്ങളൊക്കെ പറയാമോ? ഇതിൽ ഈ ആൽബത്തിൽ അഭിനയിച്ചത് ആദ്യമായിട്ടാണോ അതോ നേരത്തെ മുഖ്യപ്പാട്ടിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടോ? ഇതിനു മുന്നേ 2 ഭക്തിഗാനങ്ങളാണ് ഞാൻ ചെയ്തത്. അതിലും ഞാൻ തന്നെയാണ് അഭിനയിച്ചതും. ഇതിൽ പക്ഷേ കുറച്ചുകൂടി ഏറെ സന്തോഷമാണ്. കാരണം അതിൽ നിന്നും വേറെ മാറി തന്നെ വേറൊരു രീതിയിലാണ് ഓണക്കാറ്റ് എന്നുള്ള പാട്ട് ചെയ്തിരിക്കുന്നത്. രഞ്ജിനി സുധീർ എന്ന് പറഞ്ഞ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. അതുപോലെ സന്തോഷ് പെരളി എന്ന് പറയുന്ന അങ്കിളാണ് ലിറിസിസ്റ്റ്. ഇതിൻ്റെ വീഡിയോ ഡയറക്ഷൻ ക്യാമറ എല്ലാം ചെയ്തിരിക്കുന്നത് അഭിരാം സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഇത്ര ഷൂട്ടും എല്ലാം ചെയ്തത്. റെക്കോർഡിംഗ് ആണെങ്കിൽ അനിയങ്കിൾ MK അർജുനൻ സാറിൻ്റെ മോനാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ആൽബമാണ്. ഇന്ന് വൈകുന്നേരം സൂര്യകൃഷ്ണമൂർത്തി സാറാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതെ അതെ, ആ സന്തോഷം കാണാനുമുണ്ട് അല്ലേ? ഞങ്ങളിലേക്കും പകർന്നു കിട്ടുന്നുണ്ടല്ലേ? അതെ അതെ അതെ. അത് മാത്രമല്ല, ഈ ഓണക്കാലത്ത് ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു ആൽബം പുറത്തിറങ്ങുമ്പോൾ അത് എത്രമാത്രം പ്രേക്ഷക ശ്രദ്ധ നേടും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല കീർത്തന. അതോടൊപ്പം നമുക്ക് പതിവ് ചോദ്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് സംഗീതത്തിലേക്ക് എത്തിയത്? അതുമാത്രമല്ല, നൃത്തത്തിൽ വളരെ നല്ല ഒരു കലാകാരി കൂടിയാണ്, നർത്തകി കൂടിയാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കലാരംഗത്തേക്കുള്ളൊരു ചുവടുവയ്പ് എല്ലാം ഒന്ന് പറയാമോ? തീർച്ചയായും. കുഞ്ഞിലെ എൻ്റെ സ്കൂളിൽ നിന്നാണ്, ഞാൻ കാർമൽ സ്കൂളിലാണ് പഠിച്ചത്, പേയാട് കാർമൽ. അപ്പോൾ അവിടെ ടീച്ചർമാരാണ് സത്യം പറഞ്ഞ ഇത് ആദ്യം കണ്ടുപിടിച്ച് എൻ്റെ അച്ഛനോടും അമ്മയും അടുത്തൊക്കെ പറയുന്നത്. അപ്പോൾ കുഞ്ഞിലെ തന്നെ ഡാൻസ് കളിക്കും. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വളരെ പ്രോത്സാഹനമാണ്. എൻ്റെ കുടുംബത്തിൽ കലയിലേക്ക് വരുന്ന ആദ്യത്തെ കുട്ടി ഞാനാണ്. ഇതിനു മുന്നേ ആരും അങ്ങനെ കലയിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ടീച്ചർമാർ പറയുന്നു, അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടീവായിട്ട് എന്നെ കുഞ്ഞിലെ തന്നെ ഇതിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഞാനിതിൽ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് ബാക്ക് ബോണായി നിൽക്കുന്നത് അച്ഛൻ അമ്മയാണ്, അവർ രണ്ടുപേരുമാണ്. അങ്ങനെ അതിൽ നിന്ന് പഠിച്ചു. പക്ഷെ കല ഒരിക്കലും മെയിനായിട്ട് എടുക്കുന്നത് ഞാനും വിചാരിച്ചതല്ല. ഡാൻസാണ് കുഞ്ഞിലെ ഒരുപാട് പഠിക്കുന്നത്. ഞാൻ പേയാട് അജയൻ സാറിൻ്റെ അടുത്താണ് നൃത്തം അഭ്യസിക്കുന്നത്. വിളപ്പിൽ രാജൻ സാറിൻ്റെ അടുത്താണ് പാട്ട് അഭ്യസിക്കുന്നത്. അപ്പോൾ സംഗീതം മേജറായിട്ട് എടുക്കാനുള്ളൊരു തീരുമാനം ഞാൻ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ചെറുതായിട്ടെങ്കിലും കാരണം കയ്യിൽ സ്കില്ലുണ്ട്, അപ്പോൾ അതൊന്ന് വളർത്താം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. ഒരുപാട് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഫാമിലിയാണ് കൂടെ നിന്നത്. അച്ഛനും അമ്മയാണ് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് നല്ലത്, അത് കൊണ്ടുപോകാമെന്ന്. അങ്ങനെയാണ് ഞാൻ കോളേജിൽ മേജർ ചെയ്ത് സംഗീതം എടുക്കുന്നത്. ഇപ്പോൾ വളരെ സന്തോഷമാണ്. കലയിലാണ് എല്ലാം. പാട്ട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ മുന്നേ വിചാരിച്ചതിൽ നിന്നും ഒരുപാട് സന്തോഷത്തിലാണ് സംഗീതത്തിൽ നിൽക്കുന്നത്. നൃത്തം ഒഴിവാക്കിയിട്ടില്ല, നൃത്തം കൂടെ തന്നെയുണ്ട്, ഇനിയും തുടരും. വീണ അഭ്യസിക്കുന്നുണ്ട്, വാദ്യോപകരണം. അത് അജിത സൗന്ദരരാജൻ സാറിൻ്റെ വൈഫാണ് അജിത സൗന്ദരരാജൻ, ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കലയിലേക്ക് ഇറങ്ങിയെന്ന് തന്നെ പറയാം. അതെ, ഇതിനെങ്ങനെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് ഇതെല്ലാം. എല്ലാം അതെ. പക്ഷെ എപ്പോഴും കലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിനൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ നൃത്തം, അല്ലെങ്കിൽ വീണ, അല്ലെങ്കിൽ സംഗീതം എല്ലാമായിട്ട് നിൽക്കുന്നു. മേജർ ചെയ്ത് പാട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. BA മ്യൂസിക് കഴിഞ്ഞ് പിന്നീടും തുടർന്ന് PG ചെയ്യാൻ തന്നെയാണല്ലേ? അതെ അതെ, റിസർച്ചിനോടാണ് താല്പര്യം എനിക്ക്. അപ്പോൾ കൂടുതൽ അതിലേക്ക് ഉള്ള പഠനങ്ങൾ തുടരണം, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അച്ഛനമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു അല്ലേ? വാതോരാതെ എനിക്ക് സപ്പോർട്ട് നൽകിയ അച്ഛനമ്മയാണ്, ഞാനിവിടെ നിൽക്കാൻ കാരണം അച്ഛനമ്മയാണ്, പാട്ട് പഠിച്ചത് അച്ഛനമ്മയാണ്. അച്ഛൻ്റെ അമ്മയുടെ വിശേഷം പറയൂ. അതെ, എൻ്റെ അച്ഛൻ മെഡിക്കൽ റെപ്പാണ്, അമ്മ ഹൗസ് വൈഫാണ്. അപ്പം ഹൗസ് വൈഫ് ആവാൻ കാരണം ഇപ്പോൾ ഞാൻ കലയിൽ നിൽക്കണമെങ്കിൽ അമ്മ എൻ്റെ കൂടെ അതിനു വേണ്ടി ഓടി നടന്നു. അച്ഛനാണെങ്കിലും അതേപോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. എനിക്കൊരു അനിയനുണ്ട്, 10ാം ക്ലാസ്സിലാണ്, ശാന്തിനികേതനിലാണ് പഠിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഫാമിലി ഒരുപാട് സപ്പോർട്ടീവാണ്. എനിക്ക് അവരില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇത് ചെയ്യുന്നത് തന്നെ, ഇപ്പോൾ ഈ പാട്ട് തന്നെ റിലീസ് ചെയ്യണമെങ്കിലും അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊരു അഭിമാനമായിരിക്കും അച്ഛനും അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ. അനിയൻ പാടുമോ? അനിയൻ കുഞ്ഞിലെ പാടുമായിരുന്നു, പക്ഷെ അതിനോട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നീട് ഫ്ലൂട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ ഡാൻസ് കളിക്കും.
ഈ അച്ഛനും അമ്മയുമാണ് പ്രോത്സാഹിപ്പിച്ചതെന്ന് പറയുന്നു. അച്ഛനും അമ്മയും പാടുമോ? അവർ രണ്ടുപേരും പാടത്തില്ല. ശരി. ആദ്യമേ പറഞ്ഞിരുന്നു കലാകുടുംബമല്ല, പക്ഷെ ഞാനാണ് ആദ്യത്തെ കലാകാരി. അതെ അതെ, ആരും അങ്ങനെ കലയിലില്ല. പിന്നെ ചെറുതായിട്ടൊക്കെ ഡാൻസൊക്കെ അപ്പച്ചന്മാരൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ മേജർ ചെയ്ത് കണ്ടിട്ടുമില്ല, തുടർന്ന് പഠിച്ചിട്ടുമില്ല. അപ്പോൾ കലയിൽ ആദ്യമായിട്ട് ചുവട് വയ്ക്കുന്നത് ഞാനാണ്. അപ്പോൾ കീർത്തനയാണ് വീട്ടിലെ താരം. നമുക്കിനി ഒരു പാട്ട് കൂടിയായാലോ അല്ലേ? ഒത്തിരി വിശേഷങ്ങളായി. കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. കുറുമൊഴി കുറുകി കുറുകി നീ ഉണരുവരി നെൽക്കതിരിൻ തിരിയിൽ. അരിയ പാൽമണികൾ കുറുകി നിൻമണി തൻ കുലകൾ വെയിലുലയേ. കുളിരു പേദിനിയ കുഴലുമൂതിനി കുറുമൊഴി ഇതിലേവാ. ആരോ പാടിപ്പെയ്യുന്നു തേൻമഴകൾ ചിറകിലുയരുമഴകേ. മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കണികൾ. കീർത്തന നിർത്തുമ്പോൾ ഒരു വിഷമം, വീണ്ടും വീണ്ടും പഠിക്കാൻ. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ സ്റ്റുഡിയോയിൽ നിന്നും കൂടി ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്, ഇനിയും പാട്ട് പാടിക്കൂ എന്നുള്ളത്. അതിലേക്കൊക്കെ എത്താം. എന്തായാലും കുറച്ച് വിശേഷങ്ങൾ കൂടി അറിയണം അല്ലേ? 2 ഭക്തി ഗാന ആൽബങ്ങളിലും കൂടി അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സുകളൊക്കെ എന്താണ്? ഫ്യൂച്ചർ പ്രോജക്ട്സ് നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്കുള്ള എയിമിംഗ് ആണിപ്പോൾ. അപ്പോൾ ഓരോ ജോണറിലുള്ള സോങ്സും ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം മെലഡീസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അത് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടി കടക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ കച്ചേരികൾ ചെയ്യണം, ശാസ്ത്രീയ വശം കൂടുതൽ അറിയണം, അതിനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ പ്രോജക്ട്സ് അതിനെ എയിം ചെയ്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതായത് കൂടുതൽ കൂടുതൽ പഠിക്കുക അല്ലേ, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതിലെങ്കിലും കൃത്യമായ ഒരു പ്രാവീണ്യം നേടണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? സാധാരണ പാട്ടുകാർ അങ്ങനെ തിരഞ്ഞെടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയ സംഗീതം, കച്ചേരി നടത്തുക, അതോടൊപ്പം ഹിന്ദുസ്ഥാനി രാഗം, അങ്ങനെയൊക്കെ ഏതിലെങ്കിലും പ്രാവീണ്യം നേടണം എന്ന് കീർത്തന ഉദ്ദേശിക്കുന്നുണ്ടോ? ശാസ്ത്രീയ സംഗീതം ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഒരുപാട് അതിനെപ്പറ്റി തിയററ്റിക്കലായിട്ട് അറിയാനും പ്രാക്ടിക്കൽ സൈഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ കാണുന്നുള്ളൂ. കൂടുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി സൈഡിൽ ഒരു ഫാസിനേഷൻ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ആഴ്ന്ന് റിസർച്ച് പരമായി പഠിച്ച് അതിനെ എനിക്ക് ശാസ്ത്രീയ സംഗീതം വളരെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പം പ്രാക്ടിക്കലി ആണെങ്കിൽ വർക്കിൻ്റെ രീതിയിൽ, അല്ലാതെ ആണെങ്കിൽ എനിക്ക് ടീച്ചിങ് സൈഡൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു പ്രാവീണ്യം നേടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല, തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പണ്ടേ പ്രശസ്തമാണല്ലേ. അവിടുത്തെ ടീച്ചർമാരും കുട്ടികളുടെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ കൂടി പറയാം. കൂട്ടുകാരെല്ലാവരും വളരെ വളരെ സപ്പോർട്ടീവാണ്. ഫ്രണ്ട്സ് എല്ലാവരും. ഇപ്പോൾ സീനിയേഴ്സ് ആണെങ്കിലും എനിക്ക് സീനിയർ ജൂനിയർ എന്നൊരു ഡിവിഷൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സീനിയേഴ്സ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്ത് കാര്യങ്ങളിലാണെങ്കിലും. പിന്നെ അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും HOD ആനേടി ധനലക്ഷ്മി ടീച്ചറാണ്. എൻ്റെ ട്യൂട്ടർ ആശജീവൻ സത്യൻ മാമാണ്. അതുപോലെ സജന ടീച്ചർ, വിനീത ടീച്ചർ, ജാസ്മിൻ ടീച്ചർ, ധന്യ ടീച്ചർ, ശ്യാമ ടീച്ചർ, രാജ ടീച്ചർ, എനിക്ക് എല്ലാവരെയും ഓർക്കേണ്ടി വരും. 8 ടീച്ചർമാരാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. എല്ലാവരും
ഒരുപോലെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരുപാട് എക്സ്പോഷറൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ഞാൻ ഗാനമേള വേദിയിലേക്ക് എത്തുന്നത് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയിലൂടെയാണ്. അപ്പോൾ അതിലെ മണക്കാട് രാമേന്ദ്രൻ സാറ് അവരെല്ലാവരും എന്നെ ഒരുപാട് ഇതിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗാനമേളയുടെ വിശേഷങ്ങൾ ചോദിച്ചില്ല അല്ലേ? ധാരാളം വേദികളിൽ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്താം കീർത്തന. അതിന് മുമ്പ് ഒരു പാട്ട് കൂടി. ഉറപ്പായിട്ടും. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാനലഞ്ഞിടവേ എൻ വേലിനും മുകിലിനും മലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമായി ഒരേ വഴിയിലേരാവോളം ഒഴുകി നാം കെടാതുണരണേ നമ്മളിൽ നമ്മളാവോളം നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതും നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ. കീർത്തന ഗായികയാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ടും ഒരു മ്യൂസിക് ഡയറക്ടറെയും തിരഞ്ഞെടുക്കാൻ പറഞ്ഞ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷേ എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടർ എനിക്ക് കൂടുതൽ ഞാൻ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ദേവരാജൻ മാസ്റ്ററുടെ ഒരു ക്ലബിലുണ്ട്, അതുകൊണ്ട് മാഷിൻ്റെ പാട്ടുകളും കൂടുതൽ അറിയാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും പ്രിയപ്പെട്ടതായി തോന്നിയിട്ടുള്ളത് ജോൺസൺ മാസ്റ്ററും MG സാറുമാണ്, MG രാധാകൃഷ്ണൻ സാറുമാണ്. പഴയ പാട്ടുകളും അറിയാം അല്ലേ? ദേവരാജൻ മാസ്റ്റർ ക്ലബിലുള്ളത് കൊണ്ട് തന്നെ. അതെ അതെ. ഞങ്ങൾ അങ്ങോട്ടൊരു അഭിപ്രായം വെക്കട്ടെ. നേരത്തെ നാളികേര ദിനം പറഞ്ഞല്ലോ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങളെ കുഴയ്ക്കാനായി നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് നാഴിയിടം കഴിയും മണ്ണുണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട് 2 ലൈൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് പറയുകയാണ് ചെയ്തത്. അതറിയാമോ പാടാൻ? എങ്കിൽ ആ കടം അങ്ങ് വീട്ടാമായിരുന്നു. എൻ്റെ അപ്പൂപ്പനൊക്കെ പണ്ട് പാടി തന്ന പാട്ടുകളിൽ ഒന്നാണിത്. എനിക്ക് അന്നുള്ള ഓർമ്മയേ ഉള്ളൂ, ഇപ്പം ഞാൻ കേട്ടിട്ടൊന്നുമില്ല. മതി, അതിൽ ഞാൻ 2 പേര് തന്നെ പാടാം. ശരി. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടു പോലുള്ളൊരു 4 കാലോലപ്പുരയുമുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കീർത്തനയിലൂടെ ഞങ്ങൾ ആ കടം കിട്ടി. ആ 2 വരി ശരിക്കും ഓർമ്മയുള്ളൂ. ആ നാരായണ കിളി എന്നുള്ള വരി എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇങ്ങനത്തെ ഓർമ്മയിലാണ് പാടുന്നത്. പെട്ടെന്ന് പറഞ്ഞതാണല്ലോ. പഴയ പാട്ടുകൾ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇത്രയും മലയാളം പാട്ടുകൾ തന്നെയാണ് പാടിയത്. ഇനി മറ്റൊരു ഭാഷയിൽ കൂടി ഒന്ന്, വേറൊരു ഭാഷ. കൺകൾ இரண்டால் കൺകൾ இரண்டால் എന്നെ കട്ടിയിழுத்தாய் പോതാതെന ചിന്ന ചിരിപ്പിൽ ഒരു കള്ളച്ചിരിപ്പിൽ എന്നെ തള്ളിവിട്ട് മൂടി മறைத்தாய். பேச எண்ணி சில நாள் அருகில் வருவேன், பின்பு பார்வை போதும் என நான் நினைத்தேன்.
கண்கள் எழுதும் ஒரு வண்ண கவிதை காதல் தானா ஒரு வார்த்தை இல்லையே இதை யோசை இல்லையே இதில் இருளிலும் படித்திட முடிகிறதே. ആഹാ മനോഹരം. ഇവിടെ താളം പിടിച്ചൊക്കെ തുടങ്ങി ഞങ്ങളുടെ ഫ്ലോറിൽ. കുറച്ച് ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഹൈ പാട്ടുകളൊന്നും പാടരുതെന്ന് തീരുമാനിച്ച് വന്നതാണ്. പക്ഷെ പാട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ നല്ല അതുപോലെ ആസ്വദിച്ചു, കാരണം അത്ര മനോഹരമായിരുന്നു. താങ്ക് യു. ശരി, ഇനി കുടുംബത്തിലെ വിശേഷം പറഞ്ഞു, അച്ഛൻ അമ്മ, കോളേജിലെ വിശേഷം പറഞ്ഞു. ഇനി സ്കൂളിലെ അധ്യാപകരാണ് ആദ്യം ഇത് കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞു. അവരിപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ? സ്കൂളിലെ ടീച്ചേഴ്സിനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം അറിയിക്കുന്നത് എൻ്റെ കയ്യിൽ കോൺടാക്റ്റിലുള്ള എല്ലാ സ്കൂൾ ടീച്ചേഴ്സിനെയാണ്. അവർ ഒരുപാട് ആർട്സ് പരമായിട്ടുള്ള രീതിയിൽ സ്കൂളിൽ എന്ത് വന്നാലും എന്നെ വിളിച്ച്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ എപ്പോഴും എന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നത് കലാകാരിയായിട്ടായിരുന്നു. പഠിത്തത്തെക്കാളേറെ അവർ എന്നിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് കീർത്തന ആ പരിപാടിക്കുണ്ടോ ഈ പരിപാടിക്കുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ ശാന്തി ഈശ്വർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പാട്ട് മ്യൂസിക് ക്ലാസ്സിൽ മ്യൂസിക് പീരീഡ് പാടിപ്പിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ പറയുന്നത്. അപ്പം അന്ന് മുല്ലപ്പൂം പല്ലിലുമാണ് എൻ്റെ സ്ഥിരം പാട്ട്. എനിക്ക് ആ ഒരു പാട്ടേ അറിയുള്ളൂ കുഞ്ഞിലെ. അതെന്തായാലും പഠിക്കാനും മുമ്പ് സ്കൂളിൽ കലാകാരിയായിരുന്നല്ലോ, അപ്പോൾ സാധാരണ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും സ്ഥിരമായി. ഈ സ്കൂളുകളിൽ നമുക്കറിയാം സമൂഹഗാനം, വഞ്ചിപ്പാട്ട്, ഇതൊക്കെ അല്ലെ മത്സരവേദികളിൽ പാടാറുള്ളതാണ്. ഇവിടെ നമ്മുടെ ഡെസ്കിൽ നിന്നും കൂടി ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം ഓണക്കാലമാണ്, അതോടൊപ്പം ഒരു വഞ്ചിയിലാണ് ഇങ്ങനെ ആ ആൽബം തുഴഞ്ഞു വരുന്നുണ്ട്. അത് ആവശ്യപ്പെട്ടത് ആരാണ് എന്ന് കൂടി പറയണോ? ഞങ്ങളുടെ ചീഫ് എഡിറ്റർ തന്നെയാണ് ആവശ്യപ്പെട്ടത്, ഒരു വഞ്ചിപ്പാട്ട് പാടാമോ എന്ന്. അയ്യോ, വഞ്ചിപ്പാട്ടാണ്. കുട്ടനാടൻ പുഞ്ചയിലെ തന്നെയാണ് ആദ്യം മനസ്സിൽ വരുന്നത്. ശരി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കൂരൽ വേണം, കുരവ് വേണം. ഓദിത്തിത്താരാദിത്തിത്തേതിത്തേതകതേതേതോ വരവേൽക്കാനാളോ വേണം, കൊടി തോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തിത്താരാദിത്തിത്തേതിത്തേതകതേതേതോ ഓദിത്തിത്താരാദിത്തിത്തേതിത്തേതകതേതേതോ. ഇനിയും ഇങ്ങനെ ഡിമാൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കീർത്തന, നമ്മുടെ സമയ പരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. അല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും കീർത്തനയും നമ്മളുമൊക്കെ ഇങ്ങനെ പാട്ടുമായിട്ട് മുന്നോട്ട്. കീർത്തനെ കാണാൻ സുന്ദരിയാണ്, ശബ്ദം അതിമനോഹരമാണ്. ഇനി ഡാൻസും കൂടെ ഉള്ളൂ കാണാൻ. ഒരു മികച്ച കലാകാരിയായി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഇന്നത്തെ ഈ ആൽബം റിലീസിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും വരുന്നു. ഒപ്പം ശോഭനമായ കലാരംഗത്ത് ശോഭനമായൊരു ഭാവി തന്നെ ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച് ധാരാളം പാട്ടുകൾ പാടിയതിന് വളരെയധികം നന്ദി. അങ്ങനെ പാട്ടൊക്കെ പാടി ആ ഹാങ് ഓവറിൽ നിന്നൊക്കെ മാറി നമ്മൾ നേരെ എത്തുന്നത് സ്പോർട്സിലേക്കാണ്. ക്രിക്കറ്റ് ആവേശം. KCLൽ ആലപ്പി റിപ്പിൾസിനെതിരെ 4 വിക്കറ്റിന്റെ വിജയവുമായി തൃശൂർ ടൈറ്റൻസ്. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തൃശൂർ അവസാന ഓവറിൽ ലക്ഷ്യത്തിലെത്തി. തൃശൂരിന് വേണ്ടി 4 വിക്കറ്റുകൾ വീഴ്ത്തിയ സിബിൻ ഗിരീഷാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. വിജയത്തോടെ 10 പോയിന്റുമായി തൃശൂർ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി. KCLൽ കൊല്ലം സെയിലേഴ്സിനെ 14 റൺസിന് തോൽപ്പിച്ച കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 202 റൺസ് എടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലം 20 ഓവറിൽ 188 റൺസിന് ഓൾ ഔട്ടായി. അവസാന ഓവറുകളിൽ കൂറ്റനടികളിലൂടെ സ്കോർ ഉയർത്തി കാലിക്കറ്റിന് വിജയമൊരുക്കിയ കൃഷ്ണദേവനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. KCLൽ ഇതാദ്യമായാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊല്ലം സെയിലേഴ്സിനെ തോൽപ്പിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ഫൈനൽ അടക്കം ഇതിനു മുൻപ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയ 4 മത്സരങ്ങളിലും വിജയം കൊല്ലത്തിനായിരുന്നു.
അങ്ങനെ കാലിക്കറ്റ് പക വീട്ടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിനെതിരെ. ഇതിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് കൃഷ്ണദേവനാണ്. നേരത്തെ പറഞ്ഞതുപോലെ കൂറ്റനടിയായിരുന്നു എന്നതിൽ സംശയമില്ല. എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ കളി തന്നെയായിരുന്നു അത്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ യുവതാരം കൃഷ്ണദേവൻ ഇതോടെ സ്റ്റാർ ആവുകയും ചെയ്തു. നേരത്തെയും സ്റ്റാറാണ്, പക്ഷേ ഇതോടെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന സ്ഥാനം. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം എറീസിനെതിരെ അവസാന 5 പന്തിലും സിക്സർ പറത്തി കൃഷ്ണദേവ് തട്ടുപൊളിപ്പൻ പ്രകടനം തന്നെ കാഴ്ചവെക്കുകയുണ്ടായി. വെറും 11 പന്തുകൾ മാത്രം നേരിട്ട കൃഷ്ണദേവൻ 7 സിക്സറുകൾ അടിച്ചു, 1 4 അടിച്ചു. അങ്ങനെ 49 റൺസ്, 11 പന്തിൽ നിന്ന് 49 റൺസ് ആദ്യവേഗം അടിച്ചുകൂട്ടി. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റിൻ്റെ മത്സരം ഓരോ മത്സരവും ഒന്നിനൊന്ന് മികച്ചതാകുകയാണ്. കഴിഞ്ഞ ദിവസം 11 സിക്സറുമായി സൽമാൻ നിസാർ തിളങ്ങിയെങ്കിൽ ഇന്ന് സൽമാന് പകരക്കാരനായി ഇറങ്ങിയ ഒരു താരം ഒരു വെടിക്കെട്ട് കാഴ്ചവെച്ചു കൊല്ലത്തിനെതിരെ. കൃഷ്ണദേവ് നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് എന്താ ശരിക്കും സംഭവിച്ചേ? ശരിക്കും എന്താണ്, എനിക്ക് ആ സമയത്ത് ഇറങ്ങിയിട്ട് അടിക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ലപോലെ കളിച്ച് ഇന്ന് നല്ലപോലെ കളിക്കാൻ പറ്റി. നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഇറങ്ങിയപ്പോൾ തൊട്ടേ. അത് ആ മാച്ച് എൻ്റെ വരെ നല്ലപോലെ ചെയ്യാൻ പറ്റി. എല്ലാം കണക്റ്റായി പോയി, അടിപോയി. ഇന്നത്തെ വിജയത്തിൽ ആ റൺസ് ശരിക്കും നിർണായകമായിരുന്നു. കാരണം അവസാനം നേടിയ 30 റൺസ് അതായിരുന്നു ശരിക്കും മത്സരത്തിൽ നിർണായകമായത്. അതെ, അത് മാത്രമല്ല, അല്ലാതെയും മുന്നേ കളിച്ച എല്ലാവരും കളിക്കണമുണ്ടായിരുന്നു. പിന്നെ ബോളേഴ്സും നല്ലപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ മാച്ചിനേക്കാളും നല്ലപോലെ എഫേർട്ടും ആ മാച്ച് ഫുള്ളായിട്ട് പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒത്തൊരുമ തന്നെയാണ് കളി ജയിപ്പിച്ചത്, അല്ലാതെ ഒരാളുടെ കളി മാത്രം കൊണ്ടല്ല ജയിച്ചത്. എല്ലാവരും കളിച്ചു നല്ലപോലെ. കഴിഞ്ഞ മത്സരത്തിലെ സൽമാൻ്റെ പ്രകടനം, അതിനുശേഷമാണ് ഇന്നിപ്പോൾ കൃഷ്ണദേവിൻ്റെ വെടിക്കെട്ട്. അതെ, അത് വളരെ നല്ലൊരു ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ഒരു കാര്യം. കാരണം ലാസ്റ്റ് ഇറങ്ങി മാൻ ഓഫ് ദ മാച്ച് ആവാം എന്ന് സൽമാൻ ലാസ്റ്റ് മാച്ച് കൊണ്ട് കാണിച്ചത്. ആ സമയം തൊട്ടേ എനിക്ക് നല്ലൊരു ഇതായിരുന്നു. കാരണം എനിക്ക് എന്തായാലും എൻ്റെ ചാൻസ് ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. ലാസ്റ്റ് 2-3 ഓവർ അത് ആ ഒരു ഇത് മാത്രമേ പ്രതീക്ഷയുള്ളൂ. അപ്പം സൽമാൻ വന്ന ആ ഒരു ഇന്നിങ്സ് കളിച്ചതിന് ശേഷം എനിക്കും നല്ലപോലെ കോൺഫിഡൻ്റ് ആയ ആ ഒരു അങ്ങനെ വന്നും എന്തും ചെയ്യാം എന്നുള്ള കാര്യം. അപ്പം അത് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഇന്നലെ സൽമാൻ കളിച്ച ആ ഒരു കളി. അത് കാലിക്കറ്റിൻ്റെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ മത്സരങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, അതിപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം അത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടിച്ച തങ്ക മാട്ടെ 4 മാസം തൂങ്ക മാട്ടെ മോട്ടി പറ വീട്ടിൽ പോയി സേറ മാട്ടെ അടിച്ച തങ്ക മാട്ടെ 4 മാസം തൂങ്ക മാട്ടെ മോട്ടി പറ വീട്ടിൽ പോയി സേറ മാട്ടെ. പവർ ഹൗസ് ദേവൻ എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്ത് തോന്നുന്നു? വീഡിയോ കാണുമ്പം നല്ല സന്തോഷം. കളിക്കാൻ പറ്റി നല്ല പോലെ. ആ ഒരു എല്ലാവരും എനിക്ക് തന്ന ആ ഒരു ടീമിൽ തന്ന ആ ഇമ്പോർട്ടൻസും ആ ഒരു റോളും എനിക്ക് ഇന്ന് മാച്ചിൽ നല്ലപോലെ കാണിക്കാൻ പറ്റി. അതിൽ വളരെ സന്തോഷം. രോഹൻ എന്ന് പറയുന്ന നായകനെ പറ്റി എന്താ പറയാനുള്ളത്? റോഹൻ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ കളിച്ചാലും കളിച്ചില്ലെങ്കിലും പുറത്തിരുന്നാലും ഫീൽഡിങ്ങിനായാലും എന്തൊക്കെ സംഭവിച്ചാലും നല്ലപോലെ സപ്പോർട്ട് ചെയ്യണമുണ്ട്. നല്ലൊരു ക്യാപ്റ്റനാണ്. നിനക്കുള്ള ഡേ വരും എന്ന് കഴിഞ്ഞ എല്ലാ മാച്ചിലും എൻ്റെ അടുത്ത് വന്ന് പറയണുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ അടിപൊളിയാണ്. പുള്ളിക്കാരൻ നല്ലൊരു ക്യാപ്റ്റൻ, നല്ലൊരു ഇത് തരണുണ്ട് എല്ലാ മാച്ചിനും. ആ ഒരു ഇത് തരണുണ്ട് നമുക്കെല്ലാം. എന്തായാലും ഇതുപോലെയുള്ള പ്രകടനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതായത് കാലിക്കറ്റിൻ്റെ കയ്യിൽ ഇതുപോലെ ഇനിയും ഉണ്ട് എന്നാണ് ടീം മാനേജ്മെൻറ്റ്, അതായത് ഇതുപോലെയുള്ള താരങ്ങൾ ഇനിയും ഉണ്ട് എന്നാണ് ടീം മാനേജ്മെൻറ്റ് പറയുന്നത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും മനോജ് വട്ടിയൂർക്കാവിനൊപ്പം എം നിഖിൽകുമാർ, ജനം. സൽമാൻ കൃഷ്ണദേവൻ അങ്ങനെ പോരട്ടെ, അങ്ങനെയല്ലേ? മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങൾ ദേശീയ ടീമിൽ എത്തട്ടെ, നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാകട്ടെ. അങ്ങനെ KCL തുറന്നു വയ്ക്കുന്നത് വലിയൊരു വാതായനമാണ് എന്നതിൽ തർക്കമില്ല. നമുക്കിനി നമ്മുടെ ജനം TV-യുടെ ഓണവിശേഷങ്ങളൊക്കെ അറിയണ്ടേ? കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ജനം TV-യുടെ ഓണപരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത്. നിരവധി വിഭവങ്ങളാണ്, എല്ലാം ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്നാലും ചില ചെറിയ സൂചനകൾ തരാം. നിങ്ങൾ എന്തായാലും നിരന്തരം ചോദിച്ചതല്ലേ. ഓണം അഭിമുഖത്തിൽ ഒരല്പം സീരിയസ് ആയിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസൻ, വേറൊരു ഫേസ് അല്ലേ? അതെ. ഇതുവരെ പറയാത്തത് പറഞ്ഞത് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ്.
ഇനി എന്താണ് ധ്യാനിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയാണ് താല്പര്യം, ഇറങ്ങിപ്പോടാ. വളരെ ചെറിയ പ്രായത്തിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അപ്പോൾ എന്നെ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. വന്നു കഴിഞ്ഞാൽ എൻ്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞാൽ പുള്ളി. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ. ധ്യാൻ സീരിയസ് ആണ്. പവേർഡ് ബൈ തിരുവനന്തപുരത്തിന്റെ സ്വന്തം രാമചന്ദ്രൻ, 40 വർഷത്തെ വിശ്വസ്തയുടെ പാരമ്പര്യം. ഇൻ അസോസിയേഷൻ വിത്ത് മെറാൻഡ ഗോൾഡ് ഡയമണ്ട് ജെംസ്. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഭാഗ്യ ഗോൾഡൻ ഡയമണ്ട്സ്, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. സാധാരണ പറയാൻ വന്നത് ഇതാണ്, സാധാരണ ധ്യാൻ ശ്രീനിവാസൻ ഫുൾ ചിരിയാണ്. പക്ഷെ രാഖിയും കൃഷ്ണരാജനെയും കണ്ടിട്ടാണോ എന്നറിയില്ല, ചെറുതായിട്ടൊന്ന് സീരിയസ് ആയി എന്നാണ് പറയുന്നത്. പക്ഷെ അവസാനം അതെല്ലാം പാളി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. ഇനി നമുക്ക് ജനം ടിവിയുടെ തത്സമയ ഓണാഘോഷം നാളെ തിരുവനന്തപുരത്തുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുക. ജനപ്രിയ പരിപാടിയായ മ്യൂസിക് ഇന്ത്യ സീസൺ 3യുടെ ഔപചാരിക ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് യുവഗായകൻ നരേഷ് അയ്യർ പാടി തിമിർക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും നാളെ വൈകിട്ട് 6 മണി മുതലാണ് പരിപാടി, മറക്കണ്ട. ജനം TV മ്യൂസിക് ഇന്ത്യ സീസൺ 3 ഗ്രാൻഡ് ലോഞ്ച്. തലസ്ഥാനത്തിന്റെ തിരുവോണത്തലേന്ന് പാട്ടിന്റെ ഉത്സവക്കൂട്ട്. ഉത്രാട രാവിൽ ആഘോഷമേളമൊരുക്കാൻ യുവതയുടെ സ്വന്തം നരേഷ് അയ്യർ പാടിത്തിമിർക്കുന്നു. സെപ്റ്റംബർ 4 വൈകുന്നേരം 6 മണി മുതൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. ഏവർക്കും സ്വാഗതം. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനം TV മ്യൂസിക് ഇന്ത്യ brought to you by കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാസർഗോഡ്. ഗേറ്റ്വേ ടു യുവർ ഫ്യൂച്ചർ. പവേർഡ് ബൈ SK Hospital, touching human lives. Edapalli, Trivandrum. The soul of royal art, Kairali Jewelers. Medimix ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം AVA. കോ പവേർഡ് ബൈ പുതിയ ഹാർമണി ചിട്ടിയിൽ ഞാൻ വീട് വെച്ചത് KSF ചിട്ടിയുടെ ധൈര്യത്തിലല്ലേ. KSF, ഈ നാടിന്റെ ധൈര്യം. സെലിബ്രേറ്റഡ് ബൈ അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് കേര ഫെഡ് കേര, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പരിശുദ്ധി. ഭീമാ ജൂൺ. ഇനി അടുത്തതിലേക്ക്. മലയാളക്കരയിലെ ഏറ്റവും വലിയ അന്നദാന വഴിപാടാണ് ആറന്മുള വള്ളസദ്യ. ഐതിഹ്യവും ആചാരവും പള്ളിയോടമേറുന്ന വള്ളസദ്യയുടെ വിശേഷങ്ങളാണ് ഉത്രാട ദിനത്തിൽ രാവിലെ. ചന്തത്തിൽ പീലിയും ചാർത്തി കണ്ണനുണ്ണി ചന്തത്തിൽ പീലിയും ചാർത്തി കണ്ണനുണ്ണി ചന്തത്തിൽ പീലിയും ചന്തമോടെ വീടിപ്പോ. അങ്ങനെ പ്രേക്ഷകർക്ക് നമ്മൾ ചെറിയ സൂചനകളൊക്കെ നൽകി കഴിഞ്ഞു. ഇത് നമ്മൾ കണ്ടത്, കാണാനിരിക്കുന്നത് ഇതിലുമേറെയാണ്, ഇതുക്കും മേലെയാണ്. ശരി, അപ്പോൾ അങ്ങനെ പാട്ടും മാട്ടവും പ്രിയ താരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പ്രാവശ്യം ജനം ടിവിയോടൊപ്പം ഓണാഘോഷം, അതിൽ മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് മറ്റു വിശേഷങ്ങൾ കൂടി നോക്കാം അല്ലേ. ഇത്തവണ ദേശീയ പുരസ്കാരം നേടിയ 2 പ്രതിഭകളും ജനം ടിവിക്കൊപ്പം ഓണത്തിനെത്തുകയാണ്. ആരൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഉർവശിയും ഒപ്പം തന്നെ വിജയരാഘവനും. വിജയരാഘവൻ സകുടുംബമാണ് ഉള്ളു തുറക്കുന്നത് ജനം ടിവിയോട്. ബാല്യത്തിലെ ഓണത്തിൻ്റെ അത്രയും നിഷ്കളങ്കമായ ഒരു സന്തോഷം നമുക്ക് പിന്നെ പിന്നെ കിട്ടത്തില്ലല്ലോ. മദ്രാസിൽ പോയതിന് ശേഷവും ഈ പൂവിടൽ അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. പ്രഥമനൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നും അറിഞ്ഞുകൂടെങ്കിലൊക്കെ അടിച്ചുവിടും. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? നമ്പർ 1 എനിക്ക് ഓലന ഏറ്റവും ഇഷ്ടം. അല്ല, എന്തായാലും മലയാളത്തിലെ മഹാന്മാരായിട്ടുള്ള 2 നടന്മാര് ചുമന്ന് നടന്നല്ലോ കുറച്ച് ദൂരം. സാർ, എനിക്കിത് ഭാരം സഹിക്കാൻ ഇപ്പം താഴെ ഇടും, ഞാൻ മേളിൽ ഇരുന്നുണ്ട് അയ്യോ. സുന്ദരി നീയും brought to you by തിരുവനന്തപുരത്തിന്റെ സ്വന്തം രാമചന്ദ്രൻ, 40 വർഷത്തെ വിശ്വസ്തയുടെ പാരമ്പര്യം. ഇൻ അസോസിയേഷൻ വിത്ത് മെറാൻഡ ഗോൾഡ് ഡയമണ്ട് ജെംസ്.
ശരി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിജയരാഘവൻ സകുടുംബം വരുന്നുണ്ട്, അതും മറക്കണ്ട. അപ്പോൾ ഓണവിഭവമായി കഴിഞ്ഞാലോ ജനം ടി വിയുടെ വിഭവ സമൃദ്ധമായ ഓണസദ്യ നിങ്ങൾക്ക് മുമ്പിലെത്തും. ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് എത്തണം അല്ലേ? മറ്റ് വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് എത്തും. ഓണവിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓണത്തിന്റെ പ്രധാനപ്പെട്ട സദ്യ ഇലയെക്കുറിച്ചുള്ളൊരു വിശേഷമാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും തൂശനിലയിൽ വിളമ്പിയ സദ്യ ഉണ്ടെങ്കിലേ മലയാളിക്ക് ഓണം പൂർത്തിയാകൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നാട്ടിൻപുറങ്ങളിലൊന്നും ഇപ്പോൾ ഈ തൂശനിലകൾ കിട്ടാനില്ല എന്നതാണ് സത്യം. ഈ ഓണക്കാലത്തും തൂശനില അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ എത്തണം പതിവ് പോലെ. ഓണത്തിനായി മലയാളികൾക്ക് തൂശനില ഒരുക്കുന്ന തിരക്കിലാണ് തമിഴ്നാട്ടിലെ കർഷകരും കച്ചവടക്കാരും. നമുക്ക് ആ വിശേഷം ഒന്ന് കണ്ടുവരാം. തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച വിഭവങ്ങളൊക്കെ ചേർത്ത് ഓണമുണ്ണാൻ മലയാളിക്ക് തൂശനില നിർബന്ധമാണ്. എന്നാൽ കേരളത്തിൽ ഈ തൂശനിലകൾ കിട്ടാക്കനിയായതോടെ ഇതിന്റെ വിപണി മനസ്സിലാക്കിയവരാണ് തമിഴ്നാട്ടിലുള്ളത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ ഇലവിൽപ്പനയ്ക്കായി മാത്രം വാഴകൃഷി ചെയ്യുന്നവരാണിവർ.